വിഷയം പോസ്റ്റ് ട്രൂത്ത് പൊളിറ്റിക്സ് എന്നുള്ളതാണ്. സത്യാനന്തര കാലത്തെ രാഷ്ട്രീയം എന്നുള്ളതാണ്. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തെ ഒരു സത്യാനന്തര കാലം ആയിട്ടാണ് പണ്ഡിതന്മാർ, പഠിതാക്കളൊക്കെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ജീവിതകാലം എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ഏജ് ആയിരുന്നു എന്നാണ് ആദ്യമൊക്കെ ചരിത്രകാരന്മാർ പറഞ്ഞത്. വിവരസാങ്കേതിക വിദ്യയുടെയും വിവരങ്ങളുടെയും ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. നമ്മുടെ ചരിത്രത്തിൽ പല കാലഘട്ടങ്ങളുണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പോൾ സ്റ്റോൺ ഏജ്, അതുപോലെ ഇരുമ്പ് യുഗം, അങ്ങനെ പലതരത്തിലുള്ള കാലഘട്ടങ്ങളിലൂടെ കടന്നു വന്ന മനുഷ്യർ ഇപ്പോൾ ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ഏജ്, വിവരങ്ങളുടെ ഒരു കാലഘട്ടം എന്നുള്ള അർത്ഥത്തിൽ ആണ് ചരിത്രകാരന്മാർ നാം ജീവിച്ചു പോരുന്ന ഈ കാലഘട്ടത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ആ ഇൻഫർമേഷൻ ഏജിൻ്റെ ഒരു ഉൽപ്പന്നമായിട്ടാണ് പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്നൊരു പ്രതിഭാസം ഉണ്ടായിട്ടുള്ളത്. സത്യാനന്തര കാലം എന്ന് പറയുന്നൊരു പ്രതിഭാസം ഉണ്ടായിട്ടുണ്ട്. ആ സത്യാനന്തര കാലം ഏറ്റവും ശക്തമായി സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രാഷ്ട്രീയ മേഖലയിലാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം നമ്മൾ ജീവിക്കുന്നത്, ഭൂരിഭാഗം ലോകരാഷ്ട്രങ്ങളും ജീവിക്കുന്നത് ജനാധിപത്യ സമ്പ്രദായത്തിൽ തന്നെയാണ്. ആ ജനാധിപത്യ സമ്പ്രദായത്തിൽ ധാരാളമായ കോൺവെർസേഷൻസ് നടക്കുന്നുണ്ട്, സംഭാഷണങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായും നമ്മളൊക്കെ കാണുന്നത്. അപ്പോൾ അത്തരം സംഭാഷണങ്ങളെ സ്വാധീനിക്കും വിധത്തിൽ വിവരസാങ്കേതിക വിദ്യയുടെ ഒരു വളർച്ച പലപ്പോഴും നമ്മളെ നുണകളുടെയും അസത്യങ്ങളുടെയും ഒരു ലോകത്തേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും അതുകൊണ്ട് തന്നെ ആശങ്കാകുലമാണ് ഇപ്പോഴത്തെ സാഹചര്യമെന്നും വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ ലോകരാഷ്ട്രീയം, ദേശീയ രാഷ്ട്രീയം, നമ്മുടെ സംസ്ഥാന രാഷ്ട്രീയമൊക്കെ അതിൻ്റെ ഒരു ഭാഗമായി തന്നെയാണ്, അതിൻ്റെ ഒരു ഭാഗമായി കൂടി നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഇങ്ങനൊരു വിഷയം തിരഞ്ഞെടുത്തത് തന്നെ സത്യാനന്തര കാലത്തെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അത് നമ്മളെ ഓരോരുത്തരെയും ചൂഴ്ന്നു നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആശങ്കയായിരിക്കുന്നതുകൊണ്ടാണ് ഈ വിഷയം തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുതന്നെയാണ് അതിൻ്റെ പ്രസക്തി. സത്യാനന്തര കാലത്തെ രാഷ്ട്രീയത്തെക്കുറിച്ച് വളരെ ഗൗരവത്തോടെ ആലോചിക്കുന്ന രാഷ്ട്രീയ നേതാക്കളിൽ, രാഷ്ട്രീയ പ്രവർത്തകരിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളായിട്ടാണ് ഞാൻ എം സ്വരാജിനെ കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ വളരെ ഗൗരവത്തോடு തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ പഠനങ്ങളെയും വിമർശനങ്ങളെയും വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് കേരളം വീക്ഷിക്കുന്നത്, കേരളം കാണുന്നത്. ആ അർത്ഥത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് നന്നായി ആഴത്തിൽ സംസാരിക്കാൻ കഴിയുന്ന ഒരാൾ തന്നെയാണ് ശ്രീ എം സ്വരാജ്. സ്വരാജുമായുള്ള ഈ സംഭാഷണത്തിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് സ്വരാജ് ഇപ്പോൾ ഈ സത്യാനന്തര കാലം, അതിൻ്റെ സത്യാനന്തര കാലത്തെ രാഷ്ട്രീയം, ആ മേഖലയിൽ വളരെ ഗൗരവത്തോടെ പഠനങ്ങൾ നടത്തുന്ന ഒരാളാണ് താങ്കൾ. അങ്ങനെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. നിരന്തരമായി, പ്രധാനമായും അത് മാധ്യമ വിമർശനമൊക്കെ ആണെങ്കിൽ കൂടിയും സത്യാനന്തര കാലത്തെ അടയാളപ്പെടുത്താൻ പല മേഖലകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നുണപ്രചാരണം അടക്കം, അസത്യപ്രചാരണം അടക്കമുള്ള വിഷയങ്ങളെ ഗൗരവത്തോടെ കാണാൻ ശ്രമിക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ താങ്കളെ മനസ്സിലാക്കുന്നത്. എന്താണ് സത്യാനന്തര കാലത്തെ രാഷ്ട്രീയം? എന്താണ് നമ്മുടെ സമൂഹം ആ മേഖലയിൽ നേരിടുന്ന വെല്ലുവിളി? അങ്ങനെ ഒരു തുടക്കത്തിൽ നിന്ന് നമുക്ക് ഈ സംഭാഷണം ആരംഭിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആദ്യം ഒരു ക്ഷമാപണമാണ്. നമ്മുടെ ഈ സെഷൻ ശരിക്കും 6 മണിക്കാണ് നിശ്ചയിക്കപ്പെട്ടിരുന്നത്. അരമണിക്കൂറിലധികം വൈകിയാണ് നമ്മളിത് ആരംഭിക്കുന്നത്. അതിൻ്റെ ഏക കാരണക്കാരൻ ഞാനാണ്. സത്യത്തിൽ അരമണിക്കൂർ നേരത്തെ എത്തും എന്ന് ഉറപ്പാക്കിയാണ് ഇങ്ങോട്ട് പുറപ്പെട്ടത്. നമ്മുടെ റോറോ കിട്ടാൻ വേണ്ടി 1 മണിക്കൂറിലധികം ക്യൂവിൽ കിടക്കേണ്ടി വന്നതുകൊണ്ടാണ് വൈകിപ്പോയത്. നിങ്ങൾ ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം സത്യത്തിൽ വളരെ വിപുലമായ തലങ്ങളുള്ള ഒരു വിഷയമാണ്. സത്യാനന്തരം എന്നൊരു വാക്കിനെ നമ്മളൊരു പുതിയ വാക്കായിട്ടാണ് കണക്കാക്കുന്നത്. സെർബിയൻ അമേരിക്കൻ നാടകകൃത്തായ സ്റ്റീവ് ടെസിക്കാണ് 1992 തൻ്റെ ഒരു പ്രബന്ധത്തിൽ പോസ്റ്റ് ട്രൂത്ത് എന്ന ഒരു പ്രയോഗം ആദ്യമായി ഉപയോഗിച്ചതെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണ് വായിച്ചതായി ഓർക്കുന്നത്. അങ്ങനെ പിന്നീട് വ്യാഴവട്ടത്തിന് ശേഷം റാൽഫ് കെയ്സ് എഴുതിയ പുസ്തകത്തിൻ്റെ പേര് തന്നെ ദ പോസ്റ്റ് ട്രൂത്ത് ഇറ എന്നായിരുന്നു. അതിൽ അദ്ദേഹം മാധ്യമങ്ങളാൽ സ്വാധീനിക്കപ്പെടുകയും
ഒരു പരിധിവരെ നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്ന ലോകത്തെ വഞ്ചനയുടെ ആധിക്യത്തെ സംബന്ധിച്ചുള്ള ചില നിരീക്ഷണങ്ങൾ, പഠനങ്ങളൊക്കെയാണ് മുൻപോട്ട് വെക്കുന്നത്. നമ്മളിവിടെ സത്യാനന്തര കാലത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എല്ലാം സത്യാനന്തരം എന്ന വിശേഷണത്തോടു കൂടി നമുക്ക് പറയാൻ പറ്റും. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ട ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ വാക്കിന് പ്രചുര പ്രചാരം സിദ്ധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണവും വിജയവും ഒക്കെയായി ബന്ധപ്പെട്ടാണ് ഈ പദത്തിനൊരു പ്രചുര പ്രചാരം ലഭിക്കുന്നത്. പക്ഷെ സത്യത്തിൽ നമ്മളൊരു പരിശോധനയ്ക്ക് മുതിർന്നാൽ എനിക്ക് തോന്നുന്നു, ഏത് കാലമാണ് സത്യത്തിൻ്റെ കാലം? ഇത് സത്യാനന്തര കാലം എന്ന് നമ്മൾ പറയുമ്പോൾ ചരിത്രത്തിലെ ഏത് കാലഘട്ടത്തെയാണ് നാം സത്യത്തിൻ്റെ സൗവർണ കാലം എന്ന് അടയാളപ്പെടുത്താൻ കഴിയുക? അങ്ങനെ ഒരു കാലം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യവും അസത്യവും എല്ലാ കാലഘട്ടത്തിലും സജീവമായി നിലനിന്ന രണ്ട് ഘടകങ്ങൾ തന്നെയാണ് എന്നെനിക്ക് തോന്നുന്നു. പിന്നെ എന്തുകൊണ്ട് നമ്മുടെ കാലത്തിന് ഇങ്ങനെ ഒരു വിശേഷണം പതിച്ചു കിട്ടി? അതെനിക്ക് തോന്നുന്നു അസത്യത്തെ ഏറ്റവും തികവാർന്ന രീതിയിൽ സത്യമെന്ന് പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് അവതരിപ്പിക്കാൻ കഴിയുന്നത് ഒരു പക്ഷേ ഇപ്പോഴായിരിക്കും. അല്ലെങ്കിൽ അസത്യപ്രചരണങ്ങൾക്ക് ഏറ്റവും ശക്തി ലഭിച്ച ഒരു കാലം ഒരു പക്ഷേ നമ്മുടെ കാലമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഇപ്പോൾ വൻതോതിൽ പ്രതീതികൾ ഉൽപ്പാദിപ്പിക്കുകയാണ്. ഇപ്പോഴത്തെ സത്യാനന്തര കാലത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പ്രതീതികൾ സൃഷ്ടിച്ചുകൊണ്ട് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന നീക്കമാണ് എന്ന് വളരെ ലളിതമായിട്ടല്ല ലഘുവായി സൂചിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്, ആ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ തൻ്റെ എതിർ സ്ഥാനാർത്ഥിയെ പിന്നിലാക്കുന്നതിന് വേണ്ടി അദ്ദേഹം ആവർത്തിച്ച് പ്രയോഗിച്ച ഒരു വാചകം കമ്മ്യൂണിസ്റ്റ് എന്നാണ്. കമലാ ഹാരിസിനെ വിശേഷിപ്പിച്ചത് അവരൊരു കമ്മ്യൂണിസ്റ്റാണ്. പരിഹാസ രൂപത്തിൽ കോമ്രേഡ് എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിക്കുകയുണ്ടായി. അമേരിക്കൻ ജനസാമാന്യത്തിൻ്റെ ഇപ്പോഴത്തെയും ഒരു ബോധനിലവാരത്തിൽ നിന്നുകൊണ്ട് എതിരാളിയെ തോൽപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് എന്നൊരു വിശേഷണം ഉചിതമാണ് എന്ന് ട്രംപ് തിരിച്ചറിയുന്നുണ്ട്. ആ ഒരു പ്രതീതി സൃഷ്ടിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് ഇത് നമുക്ക് കാണാൻ സാധിക്കും. ദേശീയ രാഷ്ട്രീയത്തിൽ വൻതോതിലുള്ള പ്രതീതികൾ നിർമ്മിച്ചുകൊണ്ടാണ് രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കാൻ ഉള്ള ശ്രമം കേന്ദ്ര ഭരണത്തിൻ്റെ കൂടി പിൻബലത്തിൽ ഇവിടെ നടന്നിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം രണ്ട് കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നുണ്ട്. ഒന്ന്, ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം. ആ ഉദ്ഘാടനം ഒരുപക്ഷെ ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട പുരോഹിതന്മാർ ആ ഉദ്ഘാടന ചടങ്ങ് കൈയടക്കിയതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റും. അത് പക്ഷെ തുറന്ന് വിമർശിക്കുന്ന കാര്യത്തിലും നമ്മുടെ മാധ്യമങ്ങളും വലിയ വീഴ്ച വരുത്തി. എന്ന് വെച്ചാൽ വർത്തമാനകാലത്തെ അഥവാ സത്യാനന്തര കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം വലിയൊരു പ്രതീതി നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടാണ് മുൻപോട്ട് പോകുമെന്ന് പറയുമ്പോൾ മാധ്യമങ്ങളെ കൂടി പങ്കാളിയാക്കിക്കൊണ്ട് മാത്രമാണ് അത് നടക്കുക. പിറ്റേ ദിവസം ഇറങ്ങിയ മലയാള മനോരമ ദിനപത്രത്തിൻ്റെ തലക്കെട്ട്, ലീഡ് സമർപ്പണം എന്നായി. സമർപ്പണം ആ വാക്കായി. മാതൃഭൂമിയുടെ തലക്കെട്ട് പുതിയ ഇന്ത്യ എന്നായിരുന്നു. അപ്പോൾ ഈ നിലയിൽ മാധ്യമങ്ങളെ കൂടി പങ്കാളിയാക്കിക്കൊണ്ട് പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം ഒന്ന്. രണ്ട്, രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം, അതിന് പ്രാണപ്രതിഷ്ഠ എന്നൊക്കെയാണ് പറഞ്ഞത്. സത്യത്തിൽ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപ് ധൃതി പിടിച്ച് അത് സമർപ്പിക്കുകയാണ്. ഏതെങ്കിലും പൂജാരിയോ തന്ത്രിയോ അല്ല, പ്രധാനമന്ത്രിയാണ്. ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു വിഭാഗത്തിൻ്റെ ആരാധനാലയം ഉദ്ഘാടനം ചെയ്യുകയാണ്. ആ അർത്ഥത്തിൽ ഉദ്ഘാടനം ചെയ്യുകയാണ്. അന്ന് നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങളാകെ, കേരളത്തിലെ പ്രധാനപ്പെട്ട ചാനലുകളും അത് പൂർണ്ണമായും തത്സമയം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ അത് സംപ്രേഷണം ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ പ്രതീതികൾ സൃഷ്ടിച്ചുകൊണ്ട്, ആ പ്രതീതി എന്ന് പറഞ്ഞാൽ രാമജന്മഭൂമി എന്ന മുദ്രാവാക്യത്തിൻ്റെ ഒരു ഉയർന്ന ഘട്ടമാണ് രാമക്ഷേത്ര നിർമ്മാണം, അതിൻ്റെ പൂർത്തീകരണം എന്ന പ്രഖ്യാപനമാണ്. അപ്പോൾ സത്യാനന്തര കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പ്രധാനപ്പെട്ട മുഖം പ്രതീതികൾ സൃഷ്ടിച്ച അയാഥാർത്ഥമായ ഒരു ലോകത്തേക്ക് ജനങ്ങളെ നയിക്കുക എന്നതാണ്. അതിന്
സാധിക്കുന്നതാവട്ടെ മാധ്യമങ്ങളുടെ നിർലോഭമായ പിന്തുണ കൊണ്ടുകൂടിയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നതല്ലെങ്കിൽ എൻ്റെ നിരീക്ഷണം. മുതിർന്ന മാധ്യമപ്രവർത്തകൻ കൂടിയായ ഉണ്ണി ബാലകൃഷ്ണന് അത് കൂടുതൽ വിശദീകരിക്കാൻ കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ. നോക്കൂ, ഇപ്പോൾ ഈ 1992 സ്റ്റീവ് ടെസിച്ച് എന്ന് പറയുന്ന സെർബിയൻ അമേരിക്കൻ എഴുത്തുകാരനാണ് ആദ്യമായിട്ട് പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്ന ഒരു വാക്ക് പ്രയോഗിക്കുന്നത്. അത് ശരിയാണ്. ഈ 1992 ഒരു പ്രത്യേകതയുണ്ട്, ഞാൻ അതിലേക്ക് വരാം. 2016 ഓക്സ്ഫോർഡ് ഡിക്ഷണറീസ് ആ വർഷത്തെ വാക്കായിട്ട് പോസ്റ്റ് ട്രൂത്തിനെ തിരഞ്ഞെടുക്കുന്നത്. 2016 1992 പ്രത്യേകത എന്താണ് പോസ്റ്റ് ട്രൂത്ത് എന്ന വാക്കിന് ഓക്സ്ഫോർഡ് ഡിക്ഷണറി നൽകിയിരിക്കുന്ന നിർവചനം? അത് വസ്തുതകളല്ല, മറിച്ച് വൈകാരികതയാണ് എപ്പോഴും പോസ്റ്റ് ട്രൂത്ത് മുന്നിൽ നിർത്തുക. വസ്തുതകൾക്ക് യാതൊരു പ്രസക്തിയും സത്യാനന്തര കാലത്തില്ല, മറിച്ച് വൈകാരികമായി ആളുകളെ ഒന്നിപ്പിക്കുക, വൈകാരികമായി കാര്യങ്ങൾ അവതരിപ്പിക്കുക, അതിനെയാണ് പോസ്റ്റ് ട്രൂത്ത് എന്ന് ഓക്സ്ഫോർഡ് ഡിക്ഷണറീസ് വിശദീകരിച്ചിട്ടുള്ളത്, നിർവചിച്ചിട്ടുള്ളത്. ഇതാദ്യം പ്രയോഗിച്ച 1992 നമ്മുടെ രാജ്യത്തൊരു വലിയ പ്രസക്തിയുണ്ട്. ആ വർഷമാണ് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത്. ബാബറി മസ്ജിദ് തകർക്കപ്പെടുമ്പോൾ എന്താണ് സാഹചര്യം? രാമൻ എന്നൊരു ഇതിഹാസ പുരുഷൻ ഇന്ത്യയിൽ ജീവിച്ചിരുന്നു എന്നും ഭാരതത്തിൽ ജീവിച്ചിരുന്നു എന്നും അങ്ങനെയൊരു ഇതിഹാസ പുരുഷൻ്റെ ജന്മസ്ഥലമാണ് അയോധ്യയെന്നും ആദ്യം പറയുന്നു. ഇതിനൊന്നും ഒരു തെളിവുമില്ല, ചരിത്രപരമായി ഒരു തെളിവുമില്ല. ആ സ്ഥലത്ത് പിന്നീട് പടയോട്ടങ്ങൾ സംഭവിക്കുകയും അവിടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നതിനെ പള്ളിയായി പരിവർത്തിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. ഇതിലെന്ത് വസ്തുതയാണ് യഥാർത്ഥത്തിലുള്ളത്? അങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വൈകാരികമായ ആളുകളെ ഒന്നിപ്പിച്ച് ഒരു പള്ളി തകർക്കപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രീയം മാറുന്നത് 1992 ഈ രാമജന്മഭൂമി പ്രസ്ഥാനം ബാബറി മസ്ജിദ് തകർക്കുന്നതോടുകൂടിയാണ്. അപ്പം പോസ്റ്റ് ട്രൂത്ത് എന്ന ആദ്യം സ്റ്റീവ് ടെസിച്ച് പ്രയോഗിക്കുന്ന വർഷം തന്നെ ഇന്ത്യയിൽ അത് പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പിൽക്കാലത്ത് ഈ പറയുന്ന വൈകാരികമായ ആളുകളെ ഒന്നിപ്പിക്കുക, വസ്തുതകൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. മുമ്പ് സ്വരാജ് പറഞ്ഞ കണക്ക് എന്നാണ് സത്യം പുലർന്നിട്ടുള്ളത്? ലോകത്തൊരു കാലഘട്ടത്തിലും ഒരു സമൂഹത്തിലും ആത്യന്തികമായൊരു സത്യം വിജയിച്ച് നിന്നിട്ടേയില്ല. ഇപ്പോൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ സോക്രട്ടീസ് പറഞ്ഞിട്ടുണ്ട്. സോക്രട്ടീസിൻ്റെ കാലത്ത് തന്നെ പറയുന്നൊരു കാര്യം, നിങ്ങളൊരു ഗോത്രത്തെ ഒരുമിച്ച് നിർത്താൻ നുണകൾ പറയാം എന്നാണ്. അതിന് അദ്ദേഹം ഇട്ട ഒരു പേര് നോബിൾ ലൈ എന്നാണ്, കുലീനമായ നുണ എന്നാണ്. കുലീനമായ നുണകൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു ഗോത്രത്തെ ഒന്നിച്ച് നിർത്താം, അല്ലെങ്കിൽ ഒരു ദേശത്തെ ഒന്നിച്ച് നിർത്താം. ഇപ്പോൾ മഹാഭാരതം പരിശോധിച്ച് നോക്കൂ. മഹാഭാരതത്തിൽ ഈ പാണ്ഡവരും കൗരവരും തമ്മിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദ്രോണരാണല്ലോ ഇവരുടെയൊക്കെ ഗുരുസ്ഥാനീയൻ. അപ്പോൾ അദ്ദേഹം കൗരവ പക്ഷത്ത് നിന്നിട്ട് യുദ്ധം ചെയ്യുകയാണ്. ദ്രോണരെ വീഴ്ത്താൻ കഴിയുന്നില്ല പാണ്ഡവർക്ക്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൃഷ്ണൻ ഒരു ആശയം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യുക, കളിമണ്ണ് കൊണ്ട് ഒരു ആനയെ ഉണ്ടാക്കുക, എന്നിട്ട് ആ ആനയ്ക്ക് അശ്വത്ഥാമാവ് എന്ന് പേരിടുക, എന്നിട്ട് അശ്വത്ഥാമാവ് മരിച്ചു, കൊല്ലപ്പെട്ടു എന്ന് യുദ്ധഭൂമിയിൽ വെച്ച് വിളിച്ചു പറയുക. ആര് വിളിച്ചു പറയണം എന്നുകൂടി കൃഷ്ണൻ പറയുന്നുണ്ട്. അത് ധർമ്മപുത്രർ തന്നെ പറയണം. ധർമ്മപുത്രർ ഒരിക്കലും അസത്യം പറയാത്ത ഒരാളാണ്. അപ്പം അങ്ങനെ യുദ്ധം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ ഒരു സമയത്ത് ധർമ്മപുത്രർ വന്ന് പറയുകയാണ്, അശ്വത്ഥാമാ ഹതകുഞ്ചര എന്ന് പറയുന്നു. അതായത് അശ്വത്ഥാമാവ്, അപ്പോഴും ധർമ്മപുത്രർ കള്ളത്തരം പറഞ്ഞിട്ടില്ല കേട്ടോ. ആ ഇതിഹാസത്തിൽ ധർമ്മപുത്രർ കള്ളത്തരം പറയുന്നില്ല. അശ്വത്ഥാമാവ് എന്ന ആന കൊല്ലപ്പെട്ടു എന്നാണ് ധർമ്മപുത്രർ പറയുന്നത്. പക്ഷേ ആ കുഞ്ചര എന്ന വാക്ക് ശബ്ദം താഴ്ത്തി പറഞ്ഞു. ഇത് അപ്പുറത്ത് നിന്ന് കേൾക്കുന്ന ദ്രോണാചാര്യർ അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആയുധങ്ങളെല്ലാം താഴെ വെച്ച് മുട്ടുകുത്തി മണ്ണിലിരിക്കുന്നു. ആ സമയത്ത് അർജുനൻ അദ്ദേഹത്തെ അമ്പെയ്ത് കൊല്ലുന്നു. അപ്പം ഇങ്ങനെ ചരിത്രം ഉടനീളം എടുത്തു നോക്കിയാൽ, ഇതൊരു ഐതിഹ്യമാണെങ്കിൽ കൂടി ചരിത്രമുടനീളം എടുത്തു നോക്കിയാൽ ഇത്തരത്തിലുള്ള നുണകൾ എല്ലാ കാലഘട്ടങ്ങളിലും നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു. നുണകൾ ആധിപത്യത്തിലേക്ക് വന്നിട്ടുണ്ട്, നുണ പ്രചാരണം ശക്തമായിരുന്നു. പക്ഷേ ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് അതാണ് ഈ പോസ്റ്റ് ട്രൂത്ത് എന്ന വാക്കിൻ്റെ പ്രസക്തി. വസ്തുതകൾ ആവശ്യമേ ഇല്ല. നമുക്ക് വസ്തുതകൾ അറിയാൻ നമ്മൾ താല്പര്യപ്പെടുന്നില്ല. അങ്ങനൊരു സമൂഹമായി നമ്മൾ തന്നെ മാറിയിരിക്കുന്നു. ഇപ്പോൾ മുമ്പൊക്കെ ഈ വലിയ അധികാരികൾക്ക് വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ വേണമായിരുന്നു നുണകൾ പ്രചരിപ്പിച്ച് അവരുടെ അധികാരത്തെ നിലനിർത്താൻ. ഇന്ന് അതൊന്നും വേണ്ട. ഇപ്പം നേരത്തെ സ്വരാജ് പറഞ്ഞു മാധ്യമങ്ങൾ അതിൻ്റെ ഒരു ഭാഗമാണ് എന്ന്. സത്യത്തിൽ മാധ്യമങ്ങൾ അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്, കാര്യത്തിലൊന്നും എനിക്ക് സംശയമില്ല. പക്ഷേ ആ മാധ്യമത്തിനൊരു നിർവചനത്തിൻ്റെ പ്രശ്നമുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോൾ പത്രങ്ങൾ ഉണ്ടായപ്പോഴാണ് യഥാർത്ഥത്തിൽ ലോകത്ത് ജനാധിപത്യം ഉണ്ടായത്. വലിയ ഡെമോക്രസീസിനെ രൂപപ്പെടുത്തുന്നതിൽ പ്രിന്റ് മീഡിയയ്ക്ക് വലിയ റോളുണ്ട്. അത് വളരെ പ്രോഗ്രസീവായ റോളാണ്
അന്ന് പത്രങ്ങൾ നിർവഹിച്ചിട്ടുള്ളത്. വലിയ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി. ആ കമ്മ്യൂണിക്കേഷനിലൂടെ കോൺവെർസേഷൻ ഉണ്ടായി, സംഭാഷണങ്ങളുണ്ടായി. സംഭാഷണങ്ങളിലൂടെ ആളുകൾ യോജിക്കുകയും വിയോജിക്കുകയും ചെയ്തു. അങ്ങനെ വലിയ ജനാധിപത്യ സമൂഹങ്ങൾ രൂപപ്പെട്ടു. ആ ജനാധിപത്യ സമൂഹങ്ങളെ രൂപപ്പെടുത്തുന്നതിനകത്ത് പ്രിന്റ് മീഡിയ വഹിച്ച പങ്ക് വളരെ വളരെ പ്രധാനമാണ്. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ജെറ്റിസ്ബർഗിൽ ലിങ്കൺ പ്രസംഗിക്കുന്നു. അത് വലിയ പ്രധാനപ്പെട്ട ഒരു പ്രസംഗമായിട്ട് ലോകം ഇന്നും കേൾക്കുന്ന ഒരു പ്രസംഗമാണ് ജെറ്റിസ്ബർഗ് സ്പീച്ച് എന്ന് പറയുന്നത്. പക്ഷെ ലിങ്കൺ പ്രസംഗിച്ച അടുത്ത ദിവസം ഇറങ്ങിയ 2 പത്രങ്ങൾ ഈ പ്രസിഡന്റിന്റെ പ്രസംഗം ഈ പറയുന്ന പാത്രം കഴുകിയ വെള്ളം പോലെ, ഡിഷ് വാട്ടർ എന്നാണ്, ആ ഡിഷ് വാഷ് വാട്ടർ പോലെ സില്ലി ആയിരുന്നു എന്നെഴുതുന്നുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 2 പത്രങ്ങൾ അമേരിക്കയിൽ ലിങ്കന്റെ പ്രസംഗത്തിനെതിരായിട്ട് എഴുതിയിട്ടുണ്ട്. ലോകം മുഴുവൻ ആ പ്രസംഗത്തെ ആദരിക്കുകയും കൈയടിക്കുകയും ചെയ്യുമ്പോൾ ആ രീതിയിൽ പ്രിന്റ് മീഡിയ വലിയ ജനാധിപത്യ സമൂഹങ്ങളെ ഉണ്ടാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പിന്നീട് ടെലിവിഷനും അതേ രീതിയിൽ തന്നെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. മാധ്യമങ്ങൾ ഒരു കാലത്തും അത്ര മോശമായൊരു റോളല്ല ലോകത്തിൻ്റെ വികാസത്തിന് വേണ്ടി വഹിച്ചിട്ടുള്ളത്. അത് വളരെ പ്രോഗ്രസീവായ റോളാണ്. എന്നാൽ ആ മാധ്യമങ്ങളെല്ലാം ഇന്നിപ്പോൾ പ്രിന്റ് മീഡിയ ആണെങ്കിലും ടെലിവിഷൻ ആണെങ്കിലും നമ്മളെന്താ പറയുക, പരമ്പരാഗത മാധ്യമം എന്നാണ് പറയുക, ലെഗസി മീഡിയ എന്നാ പറയുക. അതിൻ്റെയൊക്കെ പ്രസക്തി പോയി. പ്രിന്റ് മീഡിയയുടെ പ്രസക്തി പോയി, ടെലിവിഷൻ്റെ പ്രസക്തി പോയി. ഇന്നൊരു നൂതനമായ മാധ്യമ രംഗമുണ്ടായിട്ടുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ സമൂഹ മാധ്യമം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ പോസ്റ്റ് ട്രൂത്തിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിച്ചുകൊണ്ടിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളാണ്, ലെഗസി മീഡിയ അല്ല. ലെഗസി മീഡിയ പിന്തിരിപ്പനായ കാര്യങ്ങളിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കാര്യത്തിലൊന്നും എനിക്ക് സംശയമില്ല കേട്ടോ. അക്കാര്യത്തിൽ വിമർശനം സ്വയം ഉള്ള ഒരാളുമാണ് ഞാൻ. എന്നാൽ അതിൻ്റെ റോൾ എന്താണ്? ഇപ്പം 2016 ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സ്വരാജ് പറഞ്ഞു. 2016 ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ലോകം പറഞ്ഞത് എന്താണെന്നറിയോ? ആദ്യത്തെ പോസ്റ്റ് ട്രൂത്ത് പ്രസിഡന്റാണ് ട്രംപ് എന്നാണ് പറഞ്ഞത്. എന്താ കാര്യം? അന്ന് ഹിലരി ക്ലിൻ്റനെയാണ് അമേരിക്കയിലെ മുഴുവൻ മാധ്യമങ്ങളും പിന്തുണച്ചിരുന്നത്. ഹിലരി ക്ലിൻ്റന് പിന്നിലായിരുന്നു വാഷിംഗ്ടൺ പോസ്റ്റ്. ഹിലരി ക്ലിൻ്റന് ഒപ്പമാണ് ന്യൂയോർക്ക് ടൈംസ് ഉണ്ടായിരുന്നത്. പക്ഷെ ജയിച്ചു വന്നത് ഡൊണാൾഡ് ട്രംപ് ആണ്. അന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നമ്മൾ ഈ പണിയെടുത്തിട്ട് കാര്യമില്ല. ഒരു മാധ്യമത്തിനും, അതായത് ഈ പറയുന്ന വാഷിംഗ്ടൺ പോസ്റ്റിനായാലും ന്യൂയോർക്ക് ടൈംസിനായാലും ഫോക്സ് മീഡിയയ്ക്കായാലും CNN ആയാലും BBC-ക്കായാലും മനുഷ്യരെ സ്വാധീനിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് സമൂഹ മാധ്യമങ്ങൾ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ആ രീതിയിലുള്ള സമൂഹ മാധ്യമത്തിൻ്റെ വ്യാപനമാണ് യഥാർത്ഥത്തിൽ പോസ്റ്റ് ട്രൂത്തുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ സോഷ്യൽ മീഡിയയുടെ റോൾ എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ മുമ്പ് നമ്മുടെ നാട്ടിൽ പറയത്തില്ലേ, 10 പേര് പറഞ്ഞാൽ ആടിനെ പട്ടിയാക്കാമെന്ന്. 10 പേര് പറഞ്ഞാൽ ഒരു ആടിനെ പട്ടിയാക്കാമെന്ന് വളരെ മുമ്പേ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് മനോഹരമായി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളാണ്. ഞാൻ സമൂഹ മാധ്യമത്തെ അങ്ങനെ മോശമായിട്ടൊന്നും കാണുന്നില്ല. സമൂഹ മാധ്യമങ്ങൾ വലിയ രീതിയിൽ വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ ലോകത്തുണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ നമ്മൾ പറയുന്ന അറബ് വസന്തം പോലെയുള്ള കാര്യങ്ങളിനകത്ത് സമൂഹ മാധ്യമങ്ങളാണ്. ഇപ്പം ഹോസ്നി മുബാറക്കിനെ പോലെ ഒരു ഓട്ടോക്രാറ്റിന് രാജ്യം വിട്ട് പലായനം ചെയ്യേണ്ടി വന്ന സാഹചര്യം എന്ന് പറയുന്നത് സമൂഹ മാധ്യമങ്ങളുടെ കൂട്ടായ്മയാണ്. ആ അർത്ഥത്തിൽ ബഹ്റൈനിൽ, കുവൈറ്റിൽ, അങ്ങനെ പല രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലായിട്ട് സമൂഹ മാധ്യമ കൂട്ടായ്മകൾ ഉണ്ടാവുകയും അവരാരും ഗൊറില്ല പോരാളികളല്ല, നമ്മൾ അവർക്കൊരു പേരിട്ടിട്ടുണ്ട്, സൈബർ പോരാളികൾ എന്നാണ്. അപ്പം അങ്ങനെ ഒരു സൈബർ സ്പേസ് ഉണ്ടാകുന്നു, അവിടെ മാധ്യമങ്ങൾ ഉണ്ടാകുന്നു, അവിടെ പോരാളികൾ ഉണ്ടാകുന്നു, അവിടെ കൂട്ടായ്മകൾ ഉണ്ടാകുന്നു. അത്തരം കൂട്ടായ്മകൾ സാമൂഹിക വ്യവസ്ഥിതികളെ അട്ടിമറിക്കുന്നു. ആ രീതിയിലൊക്കെയാണ് സമൂഹ മാധ്യമങ്ങൾ ആദ്യഘട്ടത്തിൽ ഉപയോഗിക്കപ്പെട്ടിരുന്നത് എങ്കിൽ ഇന്നിപ്പോൾ വളരെ വൈകാരികമായി നമ്മളെ ചൂഷണം ചെയ്യാൻ അധികാരികൾക്ക് കഴിയും വിധത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് സോഷ്യൽ മീഡിയ മാറിയിട്ടുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. 2022 മാർച്ചിൽ നരേന്ദ്രമോദി പറയുകയാണ്, ഈ കോവിഡിൻ്റെ കാലമാണല്ലോ, ലോക്ക്ഡൗണിൽ ആളുകൾ നിൽക്കുകയാണ്. ആ സമയത്താണ് അദ്ദേഹം പറയുന്നത്, നിങ്ങളെല്ലാവരും ബാൽക്കണിയിൽ പോയി നിന്ന് ഈ പാത്രത്തിൽ കൊട്ടണം എന്ന് പറഞ്ഞു. നോക്കൂ, ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ബാൽക്കണിയിൽ പോയി നിന്ന് പാത്രം കൊട്ടി കൊറോണ വൈറസിനെ പായിക്കാൻ ശ്രമിച്ചു. അങ്ങനെ രാജ്യമാണ് നമ്മുടേത്. അത് കഴിഞ്ഞിട്ട് അടുത്ത മാസം അദ്ദേഹം പറഞ്ഞു, നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിലെ ലൈറ്റുകളെല്ലാം അണയ്ക്കണം വൈകിട്ട്, എന്നിട്ട് ഈ പറയുന്ന ക്യാൻഡിൽസ് കത്തിക്കണം. ഇനിയിപ്പോൾ ക്യാൻഡിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൻ്റെ ടോർച്ച് ലൈറ്റ് ഓണാക്കി വെക്കണം, എന്നിട്ട് മന്ത്രങ്ങൾ ചൊല്ലണം, ശംഖു വിളിക്കണം. ഇങ്ങനെ യഥാർത്ഥത്തിൽ കോവിഡിനെ പ്രതിരോധിക്കേണ്ടത് ഇങ്ങനെയല്ല എന്ന് മാത്രമല്ല, ഒരു ഭരണാധികാരി ഇങ്ങനെ ആഹ്വാനവും ചെയ്തുകൂടാ. പക്ഷേ ആ ഭരണാധികാരിക്ക് ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ ശംഖുവിളിയും മന്ത്രജപവുമാണ്. അതിലൂടെ ആളുകളെ ഒന്നിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ തൻ്റെ സാമ്രാജ്യം ഊട്ടിയുറപ്പിക്കുക, അധികാരം ഊട്ടിയുറപ്പിക്കുക എന്നതാണ്. ഇതിൽ നിന്നുകൊടുക്കുന്ന ആളുകളായി നമ്മെ പരിവർത്തിപ്പിക്കുന്നതിനകത്ത് ഈ വൈകാരികതയുടെ പ്രശ്നമുണ്ട്. മാധ്യമങ്ങളെ മാറ്റി നിർത്തിയാലും ഞാൻ പറയുന്നത് നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള വൈകാരികമായ വസ്തുതകൾക്കപ്പുറത്ത് വൈകാരികതയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആളുകളെ ഒരുമിപ്പിക്കുകയും
അവരെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. 2019 തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ വടക്കേ ഇന്ത്യയിലൂടെ ഒരു യാത്ര നടത്തിയിട്ടുണ്ട്. ആ യാത്രയുടെ സമയത്ത് ഉത്തർപ്രദേശിലെ ഒരു സാധാരണ കർഷകനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആ സമയത്താണ് കേട്ടോ പുൽവാമ ബാലാക്കോട്ട് ആക്രമണം നടക്കുന്നത്. അന്ന് ഈ പറയുന്ന കർഷകൻ ദാരിദ്ര്യത്തിൽ കൂപ്പുകുത്തി നിൽക്കുന്ന സമയമാണ്. അന്ന് ഞാൻ അയാളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആർക്കാ വോട്ട് ചെയ്യുക എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ആ കർഷകൻ സർക്കാരിന് എതിരാകേണ്ടതാണ്. ഉത്തർപ്രദേശിലും കേന്ദ്രത്തിലും BJP ഭരിക്കുന്ന സമയമാണ്. ആ കർഷകന് എതിരാകേണ്ട സമയമാണ്. പക്ഷേ അയാൾ എന്നോട് പറഞ്ഞത്, ഞാൻ BJPക്കാണ് വോട്ട് ചെയ്യുക, കാരണം ഇത് ദേശരക്ഷയുടെ പ്രശ്നമാണ് എന്നാണ്. ഏറ്റവും ദേശരക്ഷാക്കി ബാത്ത് ഹേ എന്നാണ്. ആ വാക്ക് ഞാൻ മറക്കത്തില്ല. അങ്ങനെയാണ് പറഞ്ഞത്. കാരണം ഇത് ദേശരക്ഷയാണ്. അതിനേക്കാളാണ് എൻ്റെ ദാരിദ്ര്യത്തിനപ്പുറത്ത്, എൻ്റെ തൊഴിലില്ലായ്മയ്ക്കപ്പുറത്ത്, എൻ്റെ പട്ടിണിക്കപ്പുറത്ത്, എനിക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഞാൻ ജീവിക്കുമ്പോഴും എൻ്റെ രാജ്യത്തിൻ്റെ രക്ഷ ഒരു പ്രശ്നമാണ്. അങ്ങനെ അയാളെ കൊണ്ട് തോന്നിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പട്ടിണിയുടെ പ്രശ്നം മാറുന്നു, തൊഴിലില്ലായ്മയുടെ പ്രശ്നം മാറുന്നു, മറ്റെല്ലാ വിഷമതകളും മാറുന്നു. എന്നിട്ട് വൈകാരികമായി ഒരാളെ സ്റ്റേറ്റിനൊപ്പം നിർത്തുന്നു. ഇതാണ് പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്നത്. നിങ്ങളെ വൈകാരികമായി സംഘടിപ്പിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. ആ മേഖലയിൽ മാധ്യമങ്ങൾ ചെറുതല്ലാത്ത പങ്ക് വഹിക്കുന്നു എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഇപ്പോൾ സ്വരാജ് പറഞ്ഞ വിമർശനം വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. ഈ പറയുന്ന ഗണപതി ഹോമത്തെ പ്രകീർത്തിക്കുന്നു, അല്ലെ? പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഗണപതി ഹോമമൊക്കെ നടത്താൻ കഴിയും വിധത്തിൽ ഒരു രാജ്യം മാറി തീർന്നിരിക്കുന്നു. എതിർശബ്ദങ്ങൾ ഉണ്ടാകുന്നില്ല കേട്ടോ. മാധ്യമങ്ങളിലാണ് എതിർശബ്ദം ഉണ്ടാകേണ്ടത് യഥാർത്ഥത്തിൽ. അത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ലിങ്കന്റെ ജെറ്റിസ്ബർഗ് സ്പീച്ചിനെ കുറിച്ച് പറഞ്ഞത്. അന്നത്തെ കാലത്ത് അന്ന് 2 പത്രങ്ങൾ ലിങ്കനെ വെല്ലുവിളിക്കുന്നുണ്ട്. അപ്പം ആ രീതിയിലൊരു ടോട്ടാലിറ്റേറിയൻ സമൂഹമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഡെമോക്രസി പോകുന്നു എന്നുള്ളതാണ്. ജനാധിപത്യം പോകുന്നു. പകരം ഒരു സമഗ്രാധിപത്യ ഭരണകൂടത്തിന് വികസിച്ചു വരാൻ കഴിയും പാകത്തിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം വലിയ രീതിയിൽ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഈ ലെഗസി മീഡിയയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളെക്കാൾ സൂക്ഷ്മതയോടുകൂടി കേരളം കാണേണ്ടത്, ലോകം കാണേണ്ടത്, ലോകം കണ്ടുകൊണ്ടിരിക്കുന്നതും രാജ്യം കാണേണ്ടതും ഈ സമൂഹ മാധ്യമങ്ങളാണ് എന്നുള്ളതാണ്. സമൂഹ മാധ്യമവുമായി ബന്ധപ്പെട്ടത് നല്ല രീതിയിൽ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരുടെ ഒരു സമൂഹ മാധ്യമ വിഭാഗമുണ്ട്. ആ വിഭാഗത്തെ അവരവരുടെ പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അത് ഭംഗിയായി ഉപയോഗിക്കുന്നത് ഈ വൈകാരികമായ വിഷയങ്ങളെ ഉന്നയിച്ച് അധികാരത്തെ നിലനിർത്താനും അധികാരത്തിൻ്റെ തുടർച്ച ഉറപ്പാക്കാനും ശ്രമിക്കുന്ന അതിതീവ്ര വലതുപക്ഷ വിഭാഗങ്ങളാണ്. ആ വിഭാഗങ്ങളുടെ കയ്യിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്നുള്ളതാണ്. ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നതിൽ ഇടതുപക്ഷത്തിന് എത്രത്തോളം സാധ്യമായിട്ടുണ്ട് സ്വരാജ്? ഇടതുപക്ഷം എത്രത്തോളം വിജയിച്ചിട്ടുണ്ട് അത്തരത്തിൽ? നേരിട്ടതിലേക്ക് മറുപടി പറയുന്നതിന് മുമ്പായി സത്യാനന്തര കാലഘട്ടത്തിൻ്റെ ഒരു സവിശേഷത നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. മഹാഭാരതത്തിൽ യുദ്ധത്തിൽ അശ്വത്ഥാമാവ് എന്നൊരു ആന കൊല്ലപ്പെട്ടപ്പോഴാണ് അങ്ങനെ ഒരു പ്രചരണം ഉണ്ടായത്. ഈ കാലത്തിൻ്റെ പ്രത്യേകത അങ്ങനെ ഒരു ആനയുടെ ആവശ്യമില്ല എന്നാണ്. ആനയുടെ ആവശ്യമില്ല പറയാം. അപ്പോൾ അതൊരു വളർച്ചയാണ്. അതൊരു പ്രതീതി നിർമ്മാണത്തിൻ്റെ വളർച്ചയാണ്. ആ നിലയിലേക്ക് ഇന്നത്തെ ലോകം കുറച്ച് മാറിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും നമ്മുടെ കാലത്തെ ഇങ്ങനെയൊരു വിശേഷണം ചേർത്ത് പറയുന്നുണ്ടാവുക. ഇവിടെ ഉണ്ണി ബാലകൃഷ്ണൻ മുൻപോട്ട് വെച്ച ഒരു നിരീക്ഷണത്തോട് എനിക്ക് ഭാഗികമായ വിയോജിപ്പുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇപ്പം മാധ്യമങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ ലോകത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ തന്നെ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള, ചരിത്രത്തിൽ എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന ഒരുപാട് മാധ്യമങ്ങൾ എന്ന് വെച്ചാൽ പത്രങ്ങൾ, ആദ്യകാലത്ത് പത്രങ്ങളാണല്ലോ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഭാഗമായി വലിയ അടിച്ചമർത്തലിനെ നേരിടേണ്ടി വന്ന പത്രങ്ങൾ, ജയിലിലടയ്ക്കപ്പെട്ട പത്രാധിപന്മാരുടെയും അടച്ചുപൂട്ടിയ പത്രങ്ങളുടെയും ചരിത്രം കൂടിയാണ് ലോകത്തിലെ പത്രങ്ങളുടെ ചരിത്രം. കേരളത്തിലും രാജ്യത്തും ലോകമാകെയും ഇതിനൊരുപാട് ഉദാഹരണങ്ങളുമുണ്ട്. ഞാൻ ആ ഉദാഹരണങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളെ സംബന്ധിച്ച്, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്ന വാർത്തകൾ സംബന്ധിച്ചും എനിക്ക് പൂർണ്ണമായി യോജിപ്പാണ്. ഇവിടെ ഉയർത്തിയ വിമർശനത്തോട് എനിക്ക് പൂർണ്ണമായി യോജിപ്പാണ്. പക്ഷേ നമ്മളൊന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, സാമൂഹ്യ മാധ്യമങ്ങളിൽ നിക്ഷിപ്ത താല്പര്യത്തോടെയുള്ള സത്യാനന്തര കാലത്തെ പ്രചരണം, ആ പ്രചരണത്തിന് ഉപയോഗിക്കുന്ന ഒരു വസ്തു ഈ ലെഗസി മീഡിയ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പത്രങ്ങളിലെയും ടെലിവിഷൻ ചാനലുകളിലെയും വാർത്തകളാണ്. ആ വാർത്തകൾ ഉപയോഗിച്ച് അത് വളരെ എളുപ്പത്തിൽ മനസ്സിലാകാൻ ഞാനൊരു കാര്യം പറയാം. ഈ പറഞ്ഞ ഇതുവരെ പരാമർശിച്ച കാര്യങ്ങളുടെ ആ ഗൗരവത്തിൽ, ആ വലുപ്പത്തിലുള്ള കാര്യമല്ല, ചെറിയൊരു കാര്യം. കഴിഞ്ഞ ദിവസം ഒരു MLA അറസ്റ്റ് ചെയ്യപ്പെട്ടു. പിറ്റേ ദിവസം അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. സാധാരണ നടപടിക്രമമാണ്, സ്വാഭാവികമായിട്ടും എല്ലാവർക്കും പ്രതീക്ഷിക്കാൻ കഴിയുന്നൊരു കാര്യമാണ്.
ആ വാർത്ത ബ്രേക്ക് ചെയ്തു എന്നവകാശപ്പെട്ട ടെലിവിഷൻ ചാനൽ ആ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത് MLAക്ക് നിരുപാധികം ജാമ്യം കിട്ടി എന്നാണ്. അപ്പോൾ ലേഖകൻ വിശദീകരിക്കുന്നു, ഒരു ഉപാധിയുമില്ലാതെയാണ് ജാമ്യം. അപ്പോൾ പിന്നെ അതിൻ്റെ മേലെയുള്ള സ്വാഭാവികമായ വിശേഷണങ്ങൾ വരും. കോടതി ഒരു ഉപാധിയുമില്ലാതെ ജാമ്യം കൊടുത്തു. ഇതാദ്യം വരുന്നത് ഒരു ടെലിവിഷൻ ചാനലിലാണ്. എൻ്റെ ശ്രദ്ധയിൽ ഇത് വന്നു. ഞാൻ അത്ഭുതപ്പെട്ടു. PDPP ആക്ട് പ്രകാരം കേസെടുത്താൽ ഉപാധിയില്ലാതെ ജാമ്യം കിട്ടില്ല ഇപ്പോൾ കേരളത്തിൽ. കാരണം അതിന് മുൻപുള്ളൊരു സുപ്രീം കോടതി വിധിയുടെ കൂടി പശ്ചാത്തലമുണ്ട്. ഒന്നാമത്തെ ഉപാധി പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടു എന്ന കേസിൽ നശിപ്പിക്കപ്പെട്ട പൊതുമുതലിൻ്റെ തത്തുല്യമായ തുക കെട്ടിവെക്കണം. അതാണ് ഒന്നാമത്തെ ജാമ്യം. എന്നാലേ ജാമ്യം അപേക്ഷ എടുക്കുള്ളൂ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വിശദാംശങ്ങൾ പുറത്തു വരുന്നത് നശിപ്പിക്കപ്പെട്ട പൊതുമുതലിന് തത്തുല്യമായ പണം കെട്ടിവെക്കണം, ഒന്നാമത്തെ ഉപാധി. 50,000 രൂപയുടെ ബോണ്ട്, 2 ആളുകളുടെ ജാമ്യം. അടുത്ത വ്യവസ്ഥ എല്ലാ ഒന്നിടപെട്ട ബുധനാഴ്ചകളിലും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുൻപാകെ ഹാജരാകണം. ഈ 3-4 ഉപാധികളുടെ അടിസ്ഥാനത്തിലാണ് ജാമ്യം അനുവദിച്ചിട്ടുള്ളത് കോടതി. എന്നാൽ ആദ്യം ചാനൽ ബ്രേക്ക് ചെയ്യുന്ന എന്താണ്? നിരുപാധികം ജാമ്യം കൊടുത്തു എന്നാണ്. അടുത്ത നിമിഷത്തിൽ ഈ സ്ക്രീൻഷോട്ട് സോഷ്യൽ മീഡിയയിൽ 1000 ചിറകുകളോടെ പറക്കുകയാണ്. ആ താല്പര്യമുള്ള ആളുകൾ, ഇതാ ഇദ്ദേഹം പൂർണ്ണമായും നിരപരാധിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് ഉപാധിയേ വെച്ചിട്ടില്ല. അപ്പോൾ എന്താണ്? സത്യാനന്തര കാലത്തെ പ്രതീതി നിർമ്മാണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വേദിയായി നവമാധ്യമം മാറി, സോഷ്യൽ മീഡിയ മാറി എന്നത് സത്യം. അതിനവർ ഉപയോഗപ്പെടുത്തിയത് മെയിൻ സ്ട്രീം മീഡിയ നമ്മൾ വിളിക്കാവുന്ന മീഡിയയിൽ വന്ന ഒരു വാർത്തയാണ്. ഇതാണ് ഈ കാലഘട്ടത്തിലെ ഒരു പ്രചരണത്തിൻ്റെ, പ്രതീതി നിർമ്മാണത്തിൻ്റെ ഒരു ശൈലി. നമുക്കൊന്നിൽ നിന്ന് വിട്ടുനിൽക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. മാത്രമല്ല, ഈ രാഷ്ട്രീയ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഈ കാലഘട്ടത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഓരോ പാർട്ടിയുടെ അങ്ങനെ നമ്മൾ വിശദമായി പരിശോധനയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പ്രതീതികൾ സൃഷ്ടിച്ച് അതിനെ വൈകാരികമായി ഒരു യാഥാർത്ഥ്യമാണ് എന്ന തോന്നൽ ഉൽപ്പാദിപ്പിച്ച് കൊണ്ടു നടക്കണമെങ്കിൽ മാധ്യമങ്ങളുടെ പിന്തുണ ഇല്ലാതെ പറ്റില്ല. അത് മനസ്സിലാക്കാൻ കേരളത്തിൽ നിന്ന് തന്നെ എളുപ്പമെടുക്കാം. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സ്ഥാനത്തും അസ്ഥാനത്തുമെല്ലാം കേരളത്തിലെ പ്രതിപക്ഷവും എന്ന് വെച്ചാൽ കേരളത്തിലെ വിശാല വലതുപക്ഷവും നല്ലൊരു പങ്ക് മാധ്യമങ്ങളും എടുത്തുപയോഗിച്ച ഒരു പ്രയോഗമാണ് വാളയാറിലെ അമ്മ. അതായിരുന്നു പ്രയോഗം, വാളയാറിലെ അമ്മ. വാളയാറിലെ അമ്മ, ആ സംഭവം എല്ലാവർക്കും അറിയും. അത്യന്തം വേദനാജനകമാണ്. 2 പെൺകുഞ്ഞുങ്ങൾ, അവരുടെ ദുരന്തം. ആ സംഭവം ഉണ്ടായി ഏതാനും ദിവസങ്ങൾക്കകം തന്നെ അതിനെ സംബന്ധിച്ച് അന്വേഷിച്ചവർക്കെല്ലാം എന്താണ് വസ്തുത എന്ന് വ്യക്തമായിരുന്നു. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഉണ്ണി ബാലകൃഷ്ണനും അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്കൊക്കെ അറിയാമായിരുന്നു. ഒരു ഞെട്ടലോടെയും ഹൃദയവേദനയോടെയുമാണ് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലായത്. പക്ഷെ ആ യാഥാർത്ഥ്യങ്ങൾ അങ്ങനെ വിളിച്ചു പറയേണ്ടതാണോ എന്ന കാര്യത്തിൽ പല അഭിപ്രായങ്ങളുണ്ടായിരുന്നു. 2 കുഞ്ഞുങ്ങളുടെ ദുരന്തമാണ്. അത് നിയമാനുസൃതമായി കാര്യങ്ങൾ നടക്കട്ടെ, അതിനൊരു പ്രചരണത്തിൻ്റെ തലം ആവശ്യമില്ല, അത് മനുഷ്യത്വരഹിതമാണ് എന്ന ചിന്ത ശക്തമായി. പക്ഷെ നമ്മൾ പിന്നെ കണ്ടതെന്താണ്? നിയമാനുസൃത നടപടികൾ ഏറിയോ കുറഞ്ഞോ അതിൻ്റെ വഴിയിൽ പോകുന്നു. പക്ഷേ വാളയാറിലെ അമ്മ ഒരു പ്രതീകമായി മാറി. എന്ത് പ്രതീകം? ഇടതുപക്ഷത്തിനെതിരായ പ്രചാരവേലയുടെ മുഖമായി അവർ മാറി. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ അവരൊരു സ്ഥാനാർത്ഥിയായി. ചിഹ്നം കുഞ്ഞുടുപ്പാണ് എന്ന് വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെട്ടു. ജമാഅത്തെ ഇസ്ലാമി ആദ്യം പിന്തുണ പ്രഖ്യാപിച്ചു. അവരാണ് അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത് എല്ലാ കാര്യങ്ങൾക്കും. പിന്നീട് പരിസ്ഥിതിവാദിയായി കൂടി അവകാശപ്പെടുന്ന മനുഷ്യാവകാശ പ്രവർത്തകൻ അതിൻ്റെ ഒരു മുഖ്യ പ്രചാരകനായിട്ട് മാറി. കേരളത്തിലെ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും, അവിടെ നോമിനേഷൻ കൊടുത്ത ശേഷം കുറച്ച് ദിവസം അവിടെ നിന്നിട്ട് എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന് വേണ്ടി വാളയാറിലെ അമ്മ എത്തി. ഒരു ഘട്ടത്തിൽ അവരവരുടെ തല മുണ്ഡനം ചെയ്തു. ഇതെല്ലാം വളരെ ആസൂത്രിതമായി തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ടു. ഇപ്പോൾ അതിലൊരു വ്യക്തത വന്നിരിക്കുന്നു. ഇപ്പോഴും വ്യക്തത വന്നു എന്ന് ചിലർ സമ്മതിച്ച് തന്നേക്കില്ല. പക്ഷെ ഇപ്പോൾ ഒരു വഴിത്തിരിവിൽ എത്തി നിന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞത്, ഈ പ്രതീതി സൃഷ്ടിക്കുന്നതിന് മുൻകൈയെടുത്തത് കേരളത്തിലെ പ്രതിപക്ഷവും
ഇപ്പോൾ അവരോടൊപ്പം നിൽക്കുന്ന മറ്റു ചില വിഭാഗങ്ങളും ആണ്. പക്ഷേ ആ പ്രതീതി കേരളത്തിൽ ചെറിയൊരു വിഭാഗം ആളുകളെയെങ്കിലും അത് സത്യമാണ്, അവർ നീതി ലഭിക്കാതെ പോയ ഒരാളാണ്, അവർ പറയുന്നതാണ് സത്യം എന്ന ധാരണയിലേക്ക് എത്തിയത് സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ച് കിടന്ന വലിയ പ്രചാരവേലയുടെ ഭാഗമായിട്ടാണ്. എന്നാൽ അതിന് സഹായകമായി വന്നത് മെയിൻ സ്ട്രീം മീഡിയയുമാണ്. ഇപ്പോൾ വന്ന് സംഭവിക്കുന്നത് കേരളത്തിലെ ഒരു ചെറിയ വൃത്തത്തിൽ നോക്കിയാലെങ്കിലും, മുഖ്യധാര എന്ന വാക്ക് എന്തോ ആവട്ടെ, നമ്മൾ അങ്ങനെയാണ് പ്രയോഗിച്ചു വരുന്നത്, കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ അഥവാ പ്രധാന മാധ്യമങ്ങളും കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രചരണവും ഏറിയോ കുറഞ്ഞോ കൈകോർത്ത് പിടിച്ചുകൊണ്ട് പോകുന്നു എന്നൊരു പ്രശ്നമുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും, നമുക്ക് ചർച്ച ചെയ്യാനും സാധിക്കും. ഇത് ഓരോ പ്രദേശത്തും അതിനനുസൃതമായിട്ടാണ് ഉപയോഗിക്കപ്പെടുന്നത്. ഇപ്പോൾ ലെഗസി മീഡിയ എന്നാണ് വാക്ക് ഉപയോഗിച്ചത്. പലതും വൻതോതിൽ കുത്തകവൽക്കരിക്കപ്പെടുന്നുണ്ട്. അത് ലോകത്തിലാകെ. അമേരിക്കൻ ഐക്യനാടുകളിലെ 90% മാധ്യമങ്ങളും 6 കോർപ്പറേറ്റ് ഹൗസുകളാൽ നിയന്ത്രിക്കപ്പെടുന്നു എന്ന് അടുത്ത കാലത്ത് എവിടെയോ വായിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ബ്രിട്ടനിൽ 90% മാധ്യമങ്ങളും 3 കോർപ്പറേറ്റ് ഹൗസുകളുടെ നിയന്ത്രണത്തിലാണ് എന്നാണ് പറയുന്നത്. ലോകത്താകെ ഈ പ്രവണത ശക്തിപ്പെട്ടു വരുന്നുണ്ട്. ഇന്റർനെറ്റ് ചലനങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന സബ്മറൈൻ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ശൃംഖലയുടെ 30% നമ്മുടെ ടാറ്റയുടെ കൈവശമാണ് എന്നാണ് പറയുന്നത്. ഇന്ത്യൻ ചലച്ചിത്ര രംഗമാകെ കൈപ്പിടിയിൽ ഒതുക്കാനാണ് റിലയൻസ് അവരുടെ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ കുത്തകവൽക്കരണം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് പ്രധാന മാധ്യമങ്ങൾ. ആ കുത്തകവൽക്കരണം സ്വാഭാവികമായും രാഷ്ട്രീയ താല്പര്യങ്ങളുമായി ചേരുമ്പോൾ സത്യാനന്തര കാലത്തെ പ്രതീതി നിർമ്മാണം കുറെ കൂടി എളുപ്പത്തിൽ വേഗത്തിൽ നടക്കും എന്നാണ്. അതിന് നവമാധ്യമങ്ങളെയും ഉപയോഗിക്കും. അതിന് കുറ്റമറ്റ സംവിധാനങ്ങൾ അവർക്ക് സാധിക്കും. ചോദ്യം ഞാൻ മറന്നിട്ടില്ല, ഇടതുപക്ഷം ഈ നവമാധ്യമ സങ്കേതത്തെ എത്രമാത്രം വിജയകരമായി ഉപയോഗിച്ചു എന്നതാണ്. അത് വിജയകരമായി ഉപയോഗിച്ചു എന്ന് പറയാനാവില്ല. അതൊരു സ്വയം വിമർശനപരമായി പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. 2 പ്രധാന കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഒന്ന്, കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും അത് രണ്ടും തമ്മിലും താരതമ്യമില്ല. വൻതോതിലുള്ള നിക്ഷേപമാണ് ആ രംഗത്ത് വരുത്തിയിട്ടുള്ളത്. BJP രാജ്യവ്യാപകമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുന്ന ശൃംഖല ആയിരക്കണക്കിന് ആളുകളുടേതാണ്. അവരെല്ലാം ശമ്പളം പറ്റുന്നവരാണ്, ഒരു ജോലി ചെയ്യുകയാണ്, ഉയർന്ന ശമ്പളം പറ്റി ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ വൻതോതിൽ മനുഷ്യവിഭവശേഷിയും പണവും ഈ രംഗത്തേക്ക് പമ്പ് ചെയ്തുകൊണ്ടാണ് പ്രവർത്തനം നടത്തുന്നത്. അതിനോട് ആ അർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യയിലെ കോൺഗ്രസിന് നേരിട്ട് ഏറ്റുമുട്ടാൻ പോലും കഴിയില്ല. എങ്കിലും അവരാൽ കഴിയുന്ന നിലയിൽ അവരും അതിൽ ശ്രമിക്കുന്നുണ്ട്. ഇടതുപക്ഷം ആ നിലയിൽ അതിനെ പരിഗണിച്ചിട്ടില്ല. ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ധാരാളം ആളുകൾ സ്വന്തം നിലയിൽ ഇത് ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്വമാണ് എന്ന് കരുതി നവമാധ്യമങ്ങളിൽ ഇടപെടുന്നുണ്ട്. അവർ ഫലപ്രദമായും ഭംഗിയായും ഇടപെടുന്നുണ്ട്. ചില ആളുകൾ ഇടതുപക്ഷക്കാരൊക്കെ ആയിരിക്കും ചിലപ്പോൾ, പൂർണ്ണമായോ ഭാഗികമായോ, എന്നാൽ ഇടതുപക്ഷേതരമായ രീതിയിൽ ഇടപെടുന്നവരുമുണ്ട്. അത് ഗുണമല്ല ഇടതുപക്ഷത്തിനുണ്ടാക്കുന്നത്, പലപ്പോഴും ഗുണത്തേക്കാളേറെ ദോഷമാണ്. അത് ഏതെങ്കിലും ഒരു തീരുമാനത്തിൻ്റെയോ ആഹ്വാനത്തിൻ്റെയോ ഭാഗമായിട്ടല്ല. അത്തരത്തിലുള്ള ഇടപെടലുകളെ ഞങ്ങൾ അംഗീകരിക്കുന്നുമില്ല, തള്ളിപ്പറയുകയാണ്. എന്നാൽ ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏറ്റവും അന്തസ്സുറ്റ നിലയിൽ ആ പ്ലാറ്റ്ഫോമിൽ അഭിപ്രായം പറയുകയും പ്രചരണം നടത്തുകയും ചെയ്യുന്ന ധാരാളം പേരുണ്ട്. അവരാരും 5 പൈസ പോലും പ്രതിഫലം പറ്റുന്നവരല്ല. അതൊരു രാഷ്ട്രീയ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് അവർ ഏറ്റെടുത്തിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ അങ്ങനെയാണ് ഇടതുപക്ഷത്തിൻ്റെ ഈ നവമാധ്യമ രംഗത്തെ പ്രവർത്തനം ഏതാണ്ട് ഒട്ടൊക്കെ നടന്നു പോകുന്നത് അങ്ങനെയാണ്. അതിനെ കുറെ കൂടി ഒരു സുസംഘടിതമാക്കി മാറ്റാൻ ഒരുപക്ഷെ കഴിഞ്ഞേക്കും. എങ്കിലും ഇന്ന് നമ്മുടെ രാജ്യത്ത് വർഗീയ വലതുപക്ഷ ശക്തികൾ ഈ രംഗത്തെ ഉപയോഗിക്കുന്ന രീതിയിൽ, അതേ ശൈലിയിൽ ഉപയോഗിക്കാൻ ഇടതുപക്ഷത്തിന് സാധിക്കില്ല എന്നത് ഒരു വസ്തുതയുമാണ്. എല്ലാ ഇടതുപക്ഷ പ്രവർത്തകരും അതിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനമായി കണ്ടുകൊണ്ട് ആ പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക എന്നത് മാത്രമേ അതിൽ ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കൂ. ഈ സ്വരാജ് പറഞ്ഞ
ഈ മുഖ്യധാരാ മാധ്യമ വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരാളാണ് ഞാൻ. അക്കാര്യത്തിൽ ഇപ്പം ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മേഖല കുഴപ്പമറ്റതോ പൂർണ്ണമായും ശരിയായ ഒരു ദിശയിൽ സഞ്ചരിക്കുന്നതാണ് എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് അതിൻ്റേതായ വീഴ്ചകൾ അനുദിനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും എനിക്ക് അഭിപ്രായമുണ്ട്. ആ നിലപാടാണ് എൻ്റെത്. എന്നാൽ ഇവിടെ ഒരു പ്രശ്നം, 2016 ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നു. അപ്പോൾ നമ്മളിരിക്കുന്നത് കഴിഞ്ഞ 9 വർഷമായിട്ട് ഇടതുപക്ഷ സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും മാധ്യമങ്ങളെക്കുറിച്ച് നമ്മളെപ്പോഴും എന്താ പറയുക, മാധ്യമങ്ങൾ ഒരിക്കലും ഒരു സർക്കാരിൻ്റെയും വാഴ്ത്തുപാട്ടുകാരാവരുത്. നമ്മൾ ദേശീയ സർക്കാരിനെതിരെ ശക്തമായ വിമർശനങ്ങൾ തന്നെ ഉന്നയിക്കുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾ ആ അർത്ഥത്തിൽ രാജ്യത്തെ മോദി സർക്കാരിനെതിരായിട്ട് നല്ല ശക്തമായ നിലപാടുകൾ എടുത്തിട്ടുള്ള മാധ്യമങ്ങൾ തന്നെയാണ്. ഭൂരിഭാഗം മാധ്യമങ്ങളും നല്ല രീതിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ വളരെ ശക്തമായിട്ട് മോദി വിരുദ്ധ പൊസിഷൻസ് എടുത്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ സ്വാഭാവികമായിട്ടും സർക്കാരിനെതിരായി ഉണ്ടാകുന്ന വിമർശനത്തെ ഇടതുപക്ഷത്തിനെതിരായ വിമർശനമായി പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടോ എന്നൊരു ആകാംക്ഷ എനിക്കുണ്ട് ആ കാര്യത്തിൽ. ഇപ്പോൾ 2011-2016 കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിനോട് കേരളത്തിലെ മാധ്യമങ്ങളുടെ സമീപനം എന്തായിരുന്നു? 2011-16 ഉമ്മൻചാണ്ടി സർക്കാർ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 വിവാദങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്ന് ബാർക്കോഴയായിരുന്നു, 2 സോളാർ കേസായിരുന്നു. ഈ ബാർക്കോഴയും സോളാർ കേസും ചർച്ച ചെയ്യാത്തൊരു ദിവസം പോലും ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള ടെലിവിഷൻ ചാനൽ ഉണ്ടായിട്ടില്ല. ഏറ്റവും പ്രധാനമായ വിഷയങ്ങളെ കേരളത്തിൽ പ്രതിപക്ഷത്തെക്കാൾ ശക്തമായി ഉന്നയിച്ചത് ഇവിടുത്തെ മാധ്യമങ്ങളാണ് എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. ആ ചർച്ചകളിൽ വന്നിരുന്ന് വളരെ സജീവമായി ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ട്. 2011-16 കാലഘട്ടത്തിൽ ഈ ബാർക്കോഴയുമായി ബന്ധപ്പെട്ടും സോളാർ കേസുമായി ബന്ധപ്പെട്ടും ഞങ്ങൾ നിരന്തരം ചർച്ച ചെയ്തതിൻ്റെ ഭാഗമായി PRD തന്നുകൊണ്ടിരുന്ന പരസ്യം പിൻവലിച്ചിട്ടുണ്ട് ആ സർക്കാർ. പരസ്യം തരില്ല എന്ന് പറഞ്ഞു. തന്ന പരസ്യത്തിന് പൈസയും തരില്ല എന്ന് പറഞ്ഞു. ആ രീതിയിലുള്ള ആക്ഷൻസ് വരെ ഉണ്ടായിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ അതാണ് നിലപാട്. അത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വാഴ്ത്തിപ്പാടാനുള്ള സമയമല്ല, മറിച്ച് ആ സർക്കാരിൻ്റെ വീഴ്ചകളെ ചൂണ്ടിക്കാണിക്കാനുള്ള സമയമാണ്. ഇങ്ങനെ ഇന്ത്യയിൽ തന്നെ ചെയ്തിട്ടുണ്ടെന്നേ. ഇപ്പോൾ 1984 ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം 4-3 ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്ന രാജീവ് ഗാന്ധി ഗവൺമെന്റിനെ ഒരു പത്രമാണ് താഴ്ത്തിറക്കിയത്, പ്രതിപക്ഷമല്ല. അത് ബോഫോസ് കുംഭകോണമാണ്. അത് ഹിന്ദു എന്ന ദിനപത്രം പുറത്തുകൊണ്ടുവന്ന വാർത്തയാണ്. 1998 മുതൽ 2004 വരെ രാജ്യം ഭരിച്ച വാജ്പേയി ഗവൺമെന്റിനെതിരായി ഏറ്റവും വലിയ വാർത്ത കൊണ്ടുവന്നത്, ഏറ്റവും വലിയ ആരോപണം കൊണ്ടുവന്ന ഒരു മാധ്യമമാണ്. അതിൻ്റെ പേര് തെഹൽക്കെ എന്നാണ്. ആ തെഹൽക്കയുടെ വെളിപ്പെടുത്തലാണ് രാജ്യത്ത് മറ്റൊരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത്. ആ അർത്ഥത്തിലൊക്കെ മാധ്യമങ്ങൾ വളരെ ശക്തമായി, മുഖ്യധാരാ മാധ്യമങ്ങൾ വളരെ ശക്തമായി തന്നെ സർക്കാരുകൾക്കെതിരായിട്ട് നിലപാടെടുത്തിട്ടുണ്ട്. ഇവിടെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇനി കേരളത്തിലെ ഇടതുപക്ഷം ഏതെങ്കിലും സമയത്ത് മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി മുന്നോട്ട് വന്നിട്ടുള്ള പ്രസ്ഥാനങ്ങളാണോ? ഒരിക്കലുമല്ല. മാധ്യമങ്ങളുടെ പിന്തുണയൊന്നും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വളർന്നിട്ടുള്ളത് അവർ സ്വയം മാധ്യമമായി മാറിക്കൊണ്ടാണ്. ഇപ്പൊ തൊഴിലാളികൾക്ക് കൃഷിഭൂമി കർഷകന് എന്ന ഒറ്റ മുദ്രാവാക്യാണെന്നേ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തിയത്. കൃഷിഭൂമി കർഷകൻ എന്ന ഒറ്റ മുദ്രാവാക്യം, 2 വാക്കുകളേ ഉള്ളൂ. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന KPAC-യുടെ നാടകമാണ് തിരുവിതാംകൂറിൽ വലിയ കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റം ഉണ്ടാക്കിയത്. ആ ഒറ്റ നാടകം കണ്ടിട്ട് ഈ പറയുന്ന മൈതാനങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ആളുകൾ കമ്മ്യൂണിസ്റ്റുകാരായി മാറുന്നൊരു ചരിത്രമാണ് കേരളത്തിലുണ്ടായിരുന്നത്. കേരളത്തിൽ ഒരിക്കൽ പോലും വലിയ മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടിയും അവരുടെ പരിലാളനമേറ്റും വളർന്നു വന്നിട്ടുള്ളതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇടതുപക്ഷ പ്രസ്ഥാനവും. പക്ഷെ ഇപ്പോൾ എന്തുകൊണ്ട് അത് കഴിയുന്നില്ല എന്ന് സ്വയം വിമർശനപരമായി ഇടതുപക്ഷം ചിന്തിക്കണം. അവിടുത്തെ പ്രശ്നം എന്തിനേയും ഇടതുവിരുദ്ധതയായി കാണുന്നു. നമ്മൾ അധികാരത്തിലിരിക്കുമ്പോൾ നമുക്കെതിരായി ഉണ്ടാകുന്ന ശബ്ദങ്ങളെ നമ്മൾ ഈ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞാൻ എപ്പോഴും കാട്ടിയിട്ടുള്ളത് അതിൻ്റെ ജനാധിപത്യത്തോടുള്ള കമ്മിറ്റ്മെൻ്റാണ്. ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ ഇടതുപക്ഷമാവുക. അപ്പം ആ ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മാധ്യമങ്ങളോട് സ്വീകരിക്കുന്ന സമീപനങ്ങളോട് എനിക്ക് വിമർശനമുണ്ട്. എന്തിനും ഏതിനും നിങ്ങൾ കുറ്റപ്പെടുന്ന ആരെയാണെന്നറിയാവോ? മാധ്യമങ്ങളെയാണ്. മാധ്യമങ്ങളുടെ പ്രശ്നം എന്താ? മാധ്യമങ്ങൾ വാർത്തയൊന്നും ഉത്പാദിപ്പിക്കുന്നില്ല കേട്ടോ. മാധ്യമങ്ങളൊന്നും വാർത്ത ഉത്പാദിപ്പിച്ചുകൊണ്ടല്ല ഇവിടെ നിലനിൽക്കുന്നത്. ഇന്ന് രാവിലത്തെ ഒരു ന്യൂസ് റൂം എടുത്തു നോക്കിയേ, ഇന്നത്തെ വാർത്തകൾ എന്തൊക്കെയാണെന്നുള്ളത് മാധ്യമങ്ങൾ ഉത്പാദിപ്പിച്ചതാ? മാധ്യമങ്ങളൊന്നും ഉത്പാദിപ്പിച്ചിട്ടില്ല. കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് മാധ്യമങ്ങളിൽ വരുന്നത്. മാധ്യമം യഥാർത്ഥത്തിൽ ഒരു കണ്ണാടിയാണ്. ആ കണ്ണാടിയിൽ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പ്രതിഫലിക്കുകയാണ് ചെയ്യുക. ആ പ്രതിഫലനത്തെ വിമർശിക്കുന്നതിന് പകരം എനിക്കെന്താണ് സംഭവിച്ചത്,
എന്നുള്ളതിനെക്കുറിച്ചൊരു പരിശോധന നമ്മൾ നടത്തണം. നമ്മുടെ പ്രതിച്ഛായ മോശപ്പെട്ട പ്രതിച്ഛായ കാണിച്ചു തരുന്ന കണ്ണാടിയോടല്ല നമ്മൾ പ്രതിഷേധിക്കുകയും അതിനെ തകർത്തുകൊണ്ട് ഇതാണ് നിങ്ങളുടെ കുഴപ്പം എന്ന് പറയുന്നിടത്തല്ല പ്രശ്നം ഇരിക്കുന്നത്. നമ്മൾ ആത്മവിമർശനം നടത്തണം, നമ്മൾ സ്വയം വിമർശനം നടത്തണം. അങ്ങനെ സ്വയം വിമർശനം നടത്തുമ്പോൾ നമ്മളെ ഇടതുപക്ഷത്തോട് അടുപ്പിക്കും വിധത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നതിൽ, പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിൽ, ജനങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ നമ്മൾ എത്രത്തോളം വിജയിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു പ്രശ്നമുണ്ട്. അത് മാധ്യമങ്ങൾ എത്രത്തോളം ഇടതുപക്ഷത വിരുദ്ധത പ്രചരിപ്പിച്ചാലും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ മാറി മാറി ഭരിച്ചിട്ടില്ലേ? 1957 മുതൽ 2024 വരെ ഇരിക്കുമ്പോൾ എത്ര സർക്കാരുകൾ ഇടതുപക്ഷ സർക്കാരുകളായി വന്നിട്ടുണ്ട്? ഇവിടെ മാധ്യമങ്ങളെല്ലാം ഇടതുപക്ഷത്തിനെതിരായിരുന്നുവെങ്കിൽ അങ്ങനെ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ കഴിയില്ലല്ലോ. കാരണം സ്വരാജ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രതീതി നിർമ്മാണം എന്ന് പറയുന്നത് മാധ്യമങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ ഒരു 6 പതിറ്റാണ്ട് കാലമായി കേരളീയരുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ വലതുപക്ഷം മാത്രമേ ഭരിക്കാൻ പറ്റുള്ളൂ. ഇടതുപക്ഷത്തിന് കടന്നു വരാൻ കഴിയില്ല. അവർക്കൊരു മാധ്യമ പിന്തുണയില്ല. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ വലിയ രീതിയിൽ പണം കൊടുത്തിട്ട് നിക്ഷേപം നടത്തി മാധ്യമങ്ങൾ നടത്താൻ കഴിയില്ല. അതിനുള്ള വഖഫ് ഫോഴ്സിനെ ഉണ്ടാക്കാൻ കഴിയില്ല. ശരിയാണ്. പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത് ഇടതുപക്ഷം കേരളത്തിൽ മാറി മാറി അധികാരത്തിൽ വന്നിട്ടുണ്ട് എങ്കിൽ, തുടർഭരണം വന്നിട്ടുണ്ടെങ്കിൽ, തുടർഭരണത്തിൻ്റെ ഒരു കാര്യം വളരെ ലളിതമാണല്ലോ. പ്രശ്നം 2021 തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എന്താണ് ഇടതുപക്ഷത്തിന്റെ മൂലധനം? സ്വയം വിമർശനപരമായിട്ട് കാണണ്ടേ? ഇടതുപക്ഷത്തിന്റെ മൂലധനം എന്ന് പറയുന്നത് കോവിഡ് കാലത്ത് നടത്തിയ പ്രവർത്തനങ്ങളാണ്. ആ കോവിഡ് കാലത്തെ പ്രവർത്തനങ്ങൾക്ക് പിണറായി വിജയൻ ഏത് മേഖലയെയാണ് ഉപയോഗപ്പെടുത്തിയത്? ജനങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മുഖ്യധാര ചാനലുകളെയാണ് ഉപയോഗപ്പെടുത്തിയത്. 6 മണി മുതൽ 7 മണി വരെയാണ് വാർത്താ സമ്മേളനം. ഒരു ബ്രേക്ക് പോകില്ല കേട്ടോ. അന്ന് വലിയ നഷ്ടമാണ് ചാനലുകൾക്കുള്ളത് സാമ്പത്തികമായിട്ട്. ഏറ്റവും പ്രൈം ടൈമാണ്. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ പൈസ പരസ്യത്തിന് കിട്ടുക. പക്ഷെ പോവില്ല. കാരണം പിണറായി വിജയനാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പിണറായി വിജയന്റെ തുടർച്ചയായ വാർത്താ സമ്മേളനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഇഫക്റ്റ് എത്രയാണ്? എന്ത് ഇമ്പാക്റ്റാണ് അതുണ്ടാക്കിയിട്ടുള്ളത്? അത് ഈ മാധ്യമങ്ങൾ ചെയ്തതാട്ടോ. മാധ്യമങ്ങളെ നന്നായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു ആ കാലഘട്ടത്തിൽ ഇടതുപക്ഷം. പ്രശ്നം മാധ്യമങ്ങളെ കുറ്റപ്പെടുത്താൻ എളുപ്പമാണ്. ഞങ്ങൾക്കെതിരായിട്ട് എപ്പോഴും കേരളത്തിലെ കുത്തക മാധ്യമങ്ങൾ നിരന്തരം പ്രചാരണം അഴിച്ചു വിടുന്നു എന്ന് പറയുമ്പോൾ ഇത് വായിച്ചു കൊണ്ടിരിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കത് ബോധ്യപ്പെടണമെങ്കിൽ അതിലൊരു വസ്തുതയുമില്ല എന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയണം. അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം കൂക്കി വിളിച്ച് പറയുന്ന ഒരു മാധ്യമത്തിന് കേരളത്തിൽ അങ്ങനെ നിന്ന് പോകാനൊന്നും കഴിയില്ല. മലയാളികൾ അത്ര മോശപ്പെട്ട ആളുകളൊന്നുമല്ല. മലയാളികൾക്ക് വലിയ മാധ്യമ സാക്ഷരതയുള്ള സമൂഹമാണ്, മാധ്യമ ബോധമുള്ള സമൂഹമാണ്, മാധ്യമങ്ങൾ നിരന്തരം വിമർശിക്കുന്ന സമൂഹമാണ്. ഏത് മാധ്യമമാണ് നല്ലത്, ഏത് മാധ്യമമാണ് മോശമെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന വിവേകമുള്ള ജനങ്ങൾക്ക് മുമ്പിലാണ് മാധ്യമപ്രവർത്തകരായിട്ട് നമ്മളൊക്കെ നിൽക്കുന്നതും മാധ്യമങ്ങൾ നിലയെടുത്തിട്ടുള്ളതും. മാധ്യമങ്ങൾക്ക് കുറ്റമില്ല എന്നൊന്നുമല്ല പറയുന്നത്. പ്രശ്നം ഒരു സമൂഹത്തിനകത്ത് ആ സമൂഹത്തിന്റെ എല്ലാ അപജയങ്ങളും എല്ലാ മേഖലകളിലും ബാധിക്കുന്നത് പോലെ മാധ്യമങ്ങളെയും ബാധിക്കും. അത്രമാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്കില്ല. ഞാൻ പറയുന്നത്, ഇപ്പൊ നിങ്ങളൊരു വില്ലേജ് ഓഫീസിലേക്ക് പോകുന്നു എന്ന് വിചാരിക്കുക. ആ വില്ലേജ് ഓഫീസിലേക്ക് പോയാൽ നിങ്ങൾ പൂർണ്ണമായും തൃപ്തിയോടെ മടങ്ങി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു അനുഭവമില്ല. കാരണം വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ പറയാമല്ലോ, നമ്മളെ പോലുള്ള പൊതുജനങ്ങൾ നൽകുന്ന നികുതിയിൽ നിന്ന് ശമ്പളം എടുത്തിട്ടാണ് ഇവരൊക്കെ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും അതുകൊണ്ട് ശരിയായ സേവനം എനിക്ക് ലഭിക്കണമെന്നും എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയും കരുതുന്നവരാണ് ഭൂരിഭാഗവും. പക്ഷേ ഒരു വില്ലേജ് ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് തൃപ്തിയോടെ തിരിച്ചു വരാൻ കഴിയില്ലല്ലോ. അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണേ സെക്രട്ടേറിയറ്റിലേക്ക് പോയാലും. രാഷ്ട്രീയ പാർട്ടികൾ നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ സംപൂർണ്ണമായും സംശുദ്ധമായ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഒറ്റ രാഷ്ട്രീയ പാർട്ടിയെ കേരളത്തിൽ ഉണ്ടാകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടുള്ളൂ. എല്ലാ നന്മകളും തികഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടി അവിടെയുണ്ട്, നമുക്ക് അത് വോട്ട് ചെയ്യാം, അത് അധികാരത്തിൽ വരട്ടെ. അങ്ങനല്ല. നമ്മുടെ മുമ്പിൽ പല ചോയ്സ് ഉണ്ട്. ആ പല ചോയ്സിൽ ഒരു ചോയ്സ് നിങ്ങൾക്ക് ഇടതുപക്ഷമായിരിക്കും. കാരണം കോൺഗ്രസിനേക്കാളും NDAയേക്കാളും കുറച്ചുകൂടി ഭേദം എന്നാണ്. അങ്ങനെ വരുന്നിടത്താണ്. അപ്പം രാഷ്ട്രീയ പ്രവർത്തനം അപജയമില്ലാത്ത ഒന്നാണോ? രാഷ്ട്രീയ പ്രവർത്തകർ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള കുഴപ്പങ്ങൾ ചെറുതാണോ? രാഷ്ട്രീയ പ്രവർത്തകരല്ലേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാനൊരു അരാഷ്ട്രീയവാദി ഒന്നും അല്ല കേട്ടോ. രാഷ്ട്രീയക്കാരെ കുറ്റപ്പെടുത്തുമല്ല. സ്വരാജിനോടൊക്കെ എനിക്ക് ഭയങ്കര ബഹുമാനമാണ്. ഇവിടെ ഇരിക്കുന്ന പല രാഷ്ട്രീയ നേതാക്കളോടും എനിക്ക് ബഹുമാനമാണ്. അവരുടെ കമ്മിറ്റ്മെന്റ് ഒന്നും എനിക്കൊരു സംശയമില്ല. പ്രശ്നം ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെടുന്നത് ഏത് മേഖലയാണ്? നിങ്ങളൊരു രാഷ്ട്രീയക്കാരനായി കഴിഞ്ഞാൽ അതൊരു പ്രൊഫഷനാണ്. അതൊരു പ്രൊഫഷനാകുന്നത് എങ്ങനെയാണ്? നിങ്ങളൊരു പബ്ലിക് ഓഫീസ് ഒക്കുപ്പൈ ചെയ്യും, അപ്പോഴാണ് പ്രൊഫഷൻ. ഇപ്പം എൻ്റെ നാട്ടിൽ ഈ പറയുന്ന സാധാരണയായിട്ടുള്ളൊരു മനുഷ്യൻ അവിടെയൊക്കെ കിടക്കുന്ന ചവറൊക്കെ കൂട്ടി തീ കത്തിച്ച് കളയാറുണ്ട്. ഞാൻ അയാളിൽ നിന്നും ഇങ്ങോട്ട് ഡിമാൻഡ് ചെയ്യുന്നില്ല. കാരണം ഒരു പൈസ പോലും അവൾ വാങ്ങിക്കുന്നില്ല, എവിടെ നിന്നും വാങ്ങിക്കുന്നില്ല. പക്ഷെ രാഷ്ട്രീയക്കാരങ്ങനല്ല. രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അധികാരം നിയന്ത്രിക്കുന്നവരായി അവർ മാറുമ്പോൾ അവർ ആൻസറബിൾ ആണ്, അവർ അക്കൗണ്ടബിൾ ആണ്. അപ്പോൾ ആ അക്കൗണ്ടബിലിറ്റി ചോദ്യം ചെയ്യും. അവർ ചോദ്യം ചെയ്യപ്പെടണമല്ലോ. അതല്ലേ ആരോഗ്യകരമായൊരു സമൂഹം എന്ന് പറയുന്നത്. ആ ചോദ്യം ചെയ്യലിനെ വളരെ ഏകപക്ഷീയമായി മാധ്യമങ്ങൾ ഇടതുവിരുദ്ധമാണ്, സർക്കാർ വിരുദ്ധമാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. പക്ഷേ അപ്പോൾ സ്വരാജിന്റെ വിമർശനത്തെ ഞാൻ നല്ല അർത്ഥത്തിലെടുക്കുന്നു. മുഖ്യധാരാ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് പല സമയങ്ങളിൽ അവർക്ക് അവരുടെ അജണ്ടയുമായി ബന്ധപ്പെട്ട് ചില തീരുമാനങ്ങൾ എടുക്കുകയും അത് പ്രൊപ്പഗേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് കേരളത്തിൽ മാത്രം പ്രശ്നമല്ല, ലോകത്തെവിടെയും
അതങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മീഡിയ ഹൗസസ് ഓൺ ചെയ്യുന്നത് അംബാനിയല്ലേ. അംബാനിയുടെ താല്പര്യം എന്താണെന്ന് നമുക്കറിയാമല്ലോ. എല്ലാ ഭാഷയിലും അംബാനിക്ക് ചാനലുണ്ട്. അംബാനിയാണ് ലോകത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മീഡിയ ബാരൺ എന്നൊക്കെ പറയുന്ന ഒരു ഇന്ത്യൻ മുർഡോക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഒരാൾ. അംബാനിയുടെ താല്പര്യം നിശ്ചയമായും ആ ചാനലിൽ പ്രതിഫലിക്കുമല്ലോ, സ്വാഭാവികമാണ്. പക്ഷെ അപ്പോഴും അതിന് എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റും? നിങ്ങൾക്കൊരു അജണ്ടയുമായി എത്ര സമയം സഞ്ചരിക്കാൻ പറ്റും? അത് കേരളം പോലൊരു സംസ്ഥാനത്തൊന്നും, ഇത്രയേറെ പ്രബുദ്ധമായ ഒരു സംസ്ഥാനത്തൊന്നും അത്ര എളുപ്പമല്ല. അത് എവിടെയൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ നമ്മൾ അഭിസംബോധന ചെയ്യാൻ കൂടി തയ്യാറാകണമെന്നാണ് ഇക്കാര്യത്തിൽ എൻ്റെ വിനീതമായ അഭിപ്രായം. കാരണം നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു പ്രതീതി നിർമ്മാണം നടക്കുന്നു, ഒരു സർക്കാർ വിരുദ്ധ പ്രചാരണം നടക്കുന്നു, ഒരു ഇടതുപക്ഷ വിരുദ്ധത ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് എല്ലാ കാലഘട്ടത്തിലും കേരളത്തിലുണ്ടായിരുന്നേ. അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഒക്കെ കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ളത്. അവർക്ക് അവരുടേതായൊരു മെക്കാനിസം ഉണ്ട്. അവർക്ക് പറയാൻ കഴിയുന്ന രീതിയിൽ അവർക്ക് പറയാനറിയാം, പ്രവർത്തിക്കാൻ അറിയാം, അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ അറിയാം, ജനങ്ങളെ ബോധവൽക്കരിക്കാൻ അറിയാം. അതൊക്കെ ചെയ്യാൻ കഴിയുന്ന വിഭാഗമാണ് ഇടതുപക്ഷം. അത് കേരളത്തിലെ ഇടതുപക്ഷം മാത്രമാണ്. പിന്നീട് ഇപ്പോൾ രൂപപ്പെട്ടു വരുന്നത് BJP ആണ്. BJPക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. കോൺഗ്രസിന് എത്രത്തോളം കഴിയുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. അതൊക്കെ ഈ പറയുന്ന മാധ്യമങ്ങളുടെയും മറ്റു ചില സോഷ്യൽ മീഡിയ വിങ്ങിൻ്റെയൊക്കെ ഔദാര്യത്തിൽ നിന്ന് പോകുന്നതാണ്. പക്ഷേ BJP അങ്ങനല്ല. നിങ്ങളത് ശ്രദ്ധിക്കണം. BJP വളരെ ക്ലവറായിട്ട് ഇത്തരം പ്ലാറ്റ്ഫോംസിനെ വളരെ വൈകാരികമായി ഉപയോഗിക്കുന്നുണ്ട്. ആ രീതിയിൽ ഒരു വിഭാഗം വികസിച്ചു വരുന്നതിനെ ചെറുതായി കാണണ്ട. അപ്പം നമ്മളുടെ ഈ പറയുന്ന നമുക്ക് എത്രത്തോളം ജനങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവരെ നമ്മളിലേക്ക് എത്രത്തോളം അടുപ്പിക്കാൻ കഴിയുന്നുണ്ട്, അതിന് പറ്റുന്ന പാകത്തിലുള്ള എത്രത്തോളം മുദ്രാവാക്യങ്ങൾ നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നുണ്ട്, എത്ര സമരമാർഗങ്ങൾ പിന്തുടരാൻ കഴിയുന്നുണ്ട്, നാം എന്തൊക്കെ അവർക്ക് നേടിക്കൊടുക്കുന്നുണ്ട്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു പരിശോധന കൂടി നടത്തേണ്ടതുണ്ട്. കേവലമായ ഇടതുപക്ഷ വിരുദ്ധത, മാധ്യമങ്ങളുടെ ഇടതുപക്ഷ വിരുദ്ധത എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ എന്നെനിക്ക് സംശയമുണ്ട്. ഇതാണ് കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. നമ്മളേതാണ്ട് അവസാനിപ്പിക്കാറായി തോന്നുന്നു അല്ലേ? ആരും ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് നോക്കാം. ഏതായാലും 1-2 കാര്യം കൂടി സൂചിപ്പിച്ചിട്ട്, ബഹുമാന്യനായ ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ സംസാരിക്കുമ്പോൾ ഞാൻ വളരെ കൗതുകത്തോടെ കേട്ടിരിക്കുകയായിരുന്നു. അപ്പം എൻ്റെ മനസ്സിൽ വന്ന തോന്നൽ, അതിലെ ഒരു ഭാഗം, ഇത് ഞാൻ പറയേണ്ടതല്ലേ അദ്ദേഹം പറഞ്ഞൊരു ഭാഗം ഞാനല്ലേ പറയേണ്ടതെന്നാണ് എനിക്ക് തോന്നിയത്. അതിനൊക്കെ പ്രശ്നം എന്താ അറിയോ സുരാജ്, നമ്മൾ ഭാഗമായിരിക്കുന്ന ഒരു സംവിധാനത്തെ വിമർശിച്ചുകൂടാന്നൊന്നുമില്ലല്ലോ. എന്ന് മാത്രമല്ല, നമ്മളങ്ങനെ വളരെ സംതൃപ്തിയോടുകൂടി എല്ലാം ഭംഗിയായി നടക്കുന്നു എന്ന് വന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് നിങ്ങളോട് പറയുന്നു എന്ന് ആലോചിച്ച് നോക്കി. കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം നല്ല ഗംഭീരമാണ്, അവർക്ക് യാതൊരു അജണ്ടയുമില്ല, അവരാരും സ്വാധീനിക്കപ്പെടുന്നില്ല എന്നൊന്നും പറയാൻ പറ്റുന്ന തരത്തിലുള്ള വിഡ്ഢിത്തമുള്ള ഒരാളല്ല ഞാൻ. എനിക്ക് അതിനെ സംബന്ധിച്ച് വിമർശനങ്ങളുള്ള ആളാണ്. പക്ഷേ ഒരു മാധ്യമ പ്രവർത്തനമാണ് കേട്ടോ. ഞാൻ എൻ്റെ ഒരു തൊഴിലിടം മാധ്യമ പ്രവർത്തനമാണ്, എൻ്റെ ഉപജീവന മാർഗം മാധ്യമ പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു വില്ലേജ് ഓഫീസിലെ ക്ലർക്കുമായി ബന്ധപ്പെട്ടും ഒരു രാഷ്ട്രീയ പ്രതിനിധിയായി ബന്ധപ്പെട്ടും മാത്രമുള്ള വിമർശനമേ എന്നോടും പാടുള്ളൂ. കാരണം അവർക്കൊക്കെ അപജയങ്ങളുണ്ട്, അവർക്കൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നെ തിരിച്ചുവിടുന്ന് പോകാൻ പാകത്തിൽ ബാക്കി വെക്കണം. പക്ഷേ ഞാനങ്ങനെ വന്ന് ഒരു അസത്യം പറഞ്ഞിട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ ന്യൂസ് റൂമിലെ കാര്യങ്ങളെല്ലാം വളരെ ഗംഭീരമായിട്ട് നടക്കുന്നു എന്ന് പറഞ്ഞ് വാദിക്കാനും അത് സമർത്ഥിക്കാനും വന്നിട്ടുള്ള ആളുമല്ല. അതിൻ്റെ വിമർശനങ്ങളെ സത്യസന്ധമായി ഉൾക്കൊള്ളാൻ തീരുമാനിച്ചു വന്നിട്ടുള്ള ആളുമാണ്. സാധാരണഗതിയിൽ ഞാൻ ഇത്തരം മാധ്യമ ചർച്ചകളിൽ പോകാതിരിക്കുന്നത് ഞാൻ ഭയന്നിട്ടാണ്. കാരണം വെച്ചാൽ എനിക്കെന്നെ ന്യായീകരിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളില്ല. എനിക്കിപ്പം ചില കാര്യങ്ങളൊക്കെ മാധ്യമങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാൻ കഴിയുന്നുള്ളതല്ലാതെ നിലവിലുള്ള മാധ്യമ പ്രവർത്തനത്തെ സമ്പൂർണ്ണമായും അംഗീകരിച്ച് അത് വളരെ മഹത്താണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരാളല്ല, അങ്ങനെ പറയുന്ന ഒരാളല്ല, അത് പറയാനുമല്ല ഞാൻ വന്നിട്ടുള്ളത്. വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. ഞാൻ ഉദ്ദേശിച്ചത്, ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതിലെ ഒരു ഭാഗം, കേരളത്തിലെ കാലത്തും ഇങ്ങനെയുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെ ഇടതുപക്ഷം നേരിട്ട് മുന്നോട്ട് വരികയാണ് ചെയ്തത്. ഇടതുപക്ഷത്തിന് ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്താനുള്ള സംഘടനാപരമായ ശേഷിയുണ്ട്. അല്ലാതെ ഈ മാധ്യമങ്ങളുടെ പരിലാളന കൊണ്ടൊന്നുമല്ല കേരളത്തിൽ ഇടതുപക്ഷം വന്നിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. അതാണ് ഞാൻ പറയേണ്ടതെന്ന് ഞാൻ തമാശ രൂപേണ സൂചിപ്പിച്ചത്. ഇവിടെ ഏതാനും ചില കാര്യങ്ങൾ പ്രതികരിക്കുമ്പോൾ അതിൻ്റെ മുൻപായി എനിക്കൊരു കാര്യം വ്യക്തമാക്കാനുള്ളത്, മാധ്യമങ്ങളുടെ ചില പ്രവണതകളെ സംബന്ധിച്ചെല്ലാം വിമർശനം ഉന്നയിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഒരു മാധ്യമങ്ങളോട് എന്തോ ശത്രുതയുള്ള ഒരാളാണ് എന്നൊരു പ്രതീതി ഉണ്ടായിട്ടുണ്ട്. ഇല്ലെന്ന് മാത്രമല്ല, മാധ്യമ പ്രവർത്തനത്തെ ഏറ്റവും ആദരവോടുകൂടി കാണുന്ന ഒരാളാണ് വ്യക്തിപരമായി ഞാൻ. മാധ്യമ പ്രവർത്തനത്തിന് നമ്മുടെ സമൂഹത്തിൽ സവിശേഷമായ ഒരു ഇടമുണ്ടെന്നും മറ്റേതെങ്കിലും ഒരു ജോലിയെപ്പോലെയല്ല
മാധ്യമപ്രവർത്തനം എന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. വലിയ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു വിഭാഗമാണ് മാധ്യമപ്രവർത്തകർ. ആ ആദരവും ബഹുമാനവും എപ്പോഴും ഉണ്ട്. ചില കാര്യങ്ങൾ വിയോജിക്കുമ്പോഴും തർക്കിക്കുമ്പോഴും ആ ആദരവുണ്ട്. പരാതി അർഹിക്കുന്ന ആദരവോടെ മാധ്യമപ്രവർത്തനത്തെ കാണാൻ ആ രംഗത്തുള്ള ചിലർക്ക് കഴിയാതെ പോകുന്നുണ്ടോ എന്ന വിമർശനമാണ് അല്ലെങ്കിൽ പരാതിയാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്, കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരായി ചരിത്രത്തിലുടനീളമുള്ള മാധ്യമങ്ങളുടെ നിരന്തരമായ ആക്രമണത്തെ ഇടതുപക്ഷം നേരിട്ടത് ഈ കാര്യം തുറന്നു കാട്ടിക്കൊണ്ടാണ്, ആ കാര്യം തുറന്നു പറഞ്ഞുകൊണ്ടാണ്. ഒരർത്ഥത്തിൽ ഞാനിവിടെ സംസാരിക്കുമ്പോഴും ഞാൻ ലക്ഷ്യമിടുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം കേരളത്തിൽ ജയിച്ചു. ഗവൺമെൻറ്റിനെതിരെ മാധ്യമങ്ങളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള കടുത്ത വിമർശനങ്ങളുടേതായ ഒരു കാലം ഓർത്താൽ അത്ര എളുപ്പമല്ല ആ ജയം. അപ്പം ജനങ്ങളുടെ ഇടയിൽ ശരിയായ വസ്തുതകൾ ബോധ്യപ്പെടുത്താൻ ഇടതുപക്ഷം നടത്തിയ പരിശ്രമത്തിൻ്റെ കൂടി ഫലമായിട്ടാണ് ആ വിജയം ഉണ്ടായത്. അത് തുടർന്നു പോകുന്ന ഒരു കാര്യമാണ്. മാധ്യമങ്ങളെ സംബന്ധിച്ച വിമർശനം എന്താണ്? വിമർശനം ഗവൺമെന്റിനെ വിമർശിക്കുന്നു എന്നതേ അല്ല, സർക്കാരിനെ വിമർശിക്കണം. ഏത് സർക്കാരിനെയും. ജനാധിപത്യത്തിൽ വിമർശനം അനിവാര്യമായ ഒന്നാണ്. നിങ്ങൾ ഞങ്ങളെ വിമർശിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് പെശക് പറ്റാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു പെശകും പറ്റാത്ത ഒരു വിഭാഗമാണ് ഇടതുപക്ഷം എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ലെനിൻ തന്നെ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് പറഞ്ഞ വിഖ്യാതമായ ഒരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് തെറ്റുപറ്റും എന്ന് തന്നെയാണ്. തെറ്റുപറ്റാത്തവരായി രണ്ട് കൂട്ടർ മാത്രമേ ഉള്ളൂ: ഗർഭസ്ഥ ശിശുക്കളും ശ്മശാനത്തിലെ ശവശരീരങ്ങളും. ജീവിച്ചിരിക്കുന്ന സകലർക്കും തെറ്റുപറ്റും. അതുകൊണ്ട് നമുക്കൊക്കെ തെറ്റുപറ്റാം. അത് വിമർശിച്ചുകൊണ്ടിരിക്കണം. ആ വിമർശനങ്ങളെ സ്വീകരിക്കണം. തർക്കം എവിടെയാണ്? ഞാൻ ചില ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഗവൺമെന്റിന്റെ വ്യവസായ വകുപ്പ് ഒരു വലിയ പദ്ധതി ആവിഷ്കരിച്ചു. സംരംഭകത്വ വർഷം അതായിരുന്നു. ചെറുകിട സംരംഭങ്ങൾ, ആ സംരംഭങ്ങൾ 1,00,000 എണ്ണം കേരളത്തിൽ സ്ഥാപിക്കണമെന്ന് ലക്ഷ്യം വെച്ചു. അത്ഭുതകരമായിരുന്നു അതിൻ്റെ റിസൾട്ട്. 1,30,000-ഓളം, കൃത്യകണക്കിപ്പോൾ എനിക്കില്ല, അതിലും കൂടിയെന്ന് തോന്നുന്നു, ചെറുകിട സംരംഭങ്ങൾ യാഥാർത്ഥ്യമായി കേരളത്തിൽ. ലക്ഷ്യം വെച്ചു. 1,4 ലക്ഷത്തിന് മുകളിൽ യാഥാർത്ഥ്യമായി. എന്തൊരു വലിയ നേട്ടമാണ് നമുക്കുണ്ടായത്. കേരളത്തിലെ ഒരു ടെലിവിഷൻ ചാനൽ അന്ന് ഈ മഹത്തായ നേട്ടത്തെ ലക്ഷണമൊത്ത കള്ളം എന്നൊരു തലക്കെട്ട് കൊടുത്തു. അങ്ങയുടെ ചാനലല്ല, തെറ്റിദ്ധാരണ വേണ്ടാന്ന് എനിക്ക് പറയും. ലക്ഷണമൊത്ത കള്ളം എന്ന് പറഞ്ഞു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ കാര്യം കളവാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ആ മാധ്യമം വലിയ പരിശ്രമം നടത്തി. അവർ പറഞ്ഞു 15%-ഓളമോ എത്രയോ ഒരു ശതമാനം കൂട്ടും. ഇന്ത്യയിൽ ദേശീയ ശരാശരി 1,00,000 സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ ചുരുങ്ങിയത് 30% കൂട്ടുന്നതാണ്. അതങ്ങനെയാണ്. അത് വെച്ച് നോക്കിയാൽ പോലും 1,00,000-ൽ കൂടുതലുണ്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഒന്ന്, ഞാൻ അങ്ങനെ സമയം ഒരുപാട് എടുക്കുന്നില്ല. ഞാനിത് പറയുമ്പോൾ ഇതേ സമയത്ത് കേരളത്തിൽ ലക്ഷണമൊത്ത കള്ളം എന്ന തലക്കെട്ടോടുകൂടി സംരംഭകത്വ വർഷം പരാജയമായിരുന്നു എന്ന് സ്ഥാപിക്കാൻ ഭയങ്കരമായി വാശിയോടെ ആക്രോശം നടത്തിക്കൊണ്ടിരിക്കുന്ന ഏതാണ്ട് അതേ സമയത്ത് അതേ ചാനലിൻ്റെ ഇംഗ്ലീഷ് ഓൺലൈൻ എഡിഷൻ തമിഴ്നാട്ടിലെ കാങ്കയത്തെ ചില സവിശേഷ സാഹചര്യങ്ങളെക്കുറിച്ച് ഗവേഷണാത്മകമായ ഒരു നീണ്ട ലേഖനം പ്രസിദ്ധീകരിച്ചു. അതെന്താണെന്നറിയോ? തമിഴ്നാട്ടിലെ തിരുപ്പൂരടുത്ത് കാങ്കയം എന്ന് പറയുന്ന സ്ഥലത്ത് കൊപ്ര അധിഷ്ഠിത വ്യവസായം കഴിഞ്ഞ വർഷങ്ങളിൽ ഗംഭീരമായി വളർന്നു വന്നു. കേരളത്തിൽ നിന്ന് അവർ കൊപ്ര വാങ്ങിക്കൊണ്ടു പോവാണ്. അവിടെയെല്ലാം വൻകിട മില്ലുകൾ, 100 കണക്കിന് മില്ലുകൾ അവിടെ ഈ കൊപ്ര ആട്ടി വെളിച്ചെണ്ണയാക്കും. എന്നിട്ട് അത് പാക്കറ്റിലാക്കി കേരളത്തിൽ വിൽക്കും. ഇന്ത്യയിലെ വെളിച്ചെണ്ണ വ്യാപാരത്തിൻ്റെ കേന്ദ്രമായി കാങ്കയം മാറി. എന്നാൽ കാങ്കയത്തെ ഈ വെളിച്ചെണ്ണ വ്യവസായം തകർച്ചയെ നേരിട്ടതിനെ കുറിച്ചാണ് ഈ ആർട്ടിക്കിൾ. വളരെ പഠനാർഹമായ ഒരു ആർട്ടിക്കിളാണ്. നല്ല ഗവേഷണം നടത്തിയിട്ടുണ്ട്. എന്നിട്ട് ആ ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നു, അവിടെ ഒരു വലിയ മില്ലിൻ്റെ ഉടമ ആത്മഹത്യ ചെയ്തു. മില്ലുകൾ അടച്ചുപൂട്ടി. വലിയ പട്ടിണിയിലായി തൊഴിലാളികൾ.
എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ആ ലേഖകൻ കൃത്യമായി ചൂണ്ടിക്കാണിക്കുകയാണ്, കേരളത്തിൽ വ്യവസായ സംരംഭകത്വ വർഷത്തിൻ്റെ ഭാഗമായി 3000-ഓളം വരുന്ന ചെറുകിട ഓയിൽ മില്ലുകൾ എന്ന് വെച്ചാൽ ഒരു ചെറിയ മുറിയിൽ സ്ഥാപിക്കാൻ പറ്റുന്ന 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം ഒക്കെ വിലയുള്ള ചെറിയ മൈക്രോ മെഷീൻ സ്ഥാപിച്ച് 3000-ലധികം വരുന്ന ഓയിൽ മില്ലുകൾ കേരളത്തിൽ ആരംഭിച്ചു. ഇവിടെ ശുദ്ധമായ വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. വ്യവസായ സംരംഭകത്വത്തിന്റെ ഭാഗമായി വലിയ വിജയമായതിനെ തുടർന്ന് കാങ്ങയത്തെ വെളിച്ചെണ്ണ വാങ്ങാൻ ആളില്ലാതെ തമിഴ്നാട്ടിലെ ഒരു പ്രദേശമാകെ പട്ടിണിയിലായി. അവിടെ മില്ലുകൾ അടച്ചുപൂട്ടി മില്ലുടമ ആത്മഹത്യ ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരേ സമയം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ടെലിവിഷൻ ചാനൽ ലക്ഷണമൊത്ത കള്ളം എന്ന് കേരളത്തിലെ വ്യവസായ സംരംഭകത്വ വർഷത്തെ അധിക്ഷേപിക്കുമ്പോൾ അതേ ചാനലിന്റെ ഇംഗ്ലീഷ് ഓൺലൈൻ എഡിഷൻ വ്യവസായ സംരംഭകത്വം വലിയ വിജയമായെന്നും അതിനെ തുടർന്ന് തമിഴ്നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നും എഴുതുകയാണ്. ഇതിനെ നിങ്ങൾ എന്ത് വിമർശനത്തിന്റെ പട്ടികയിലാണ് പെടുത്തുക? ഇതാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പിന്തുടരുന്ന ഒരു പൊതുരീതി. ഉദാഹരണങ്ങൾ 100 എണ്ണം നമുക്ക് പറയാൻ സാധിക്കും. ഇടതുപക്ഷത്തിനെതിരായ ആക്രമണം ഗവൺമെന്റിനെതിരായ വിമർശനമല്ല. അതിൽ ഇപ്പോൾ ഞാൻ ഈ സദസ്സിനോട് തന്നെ ചോദിക്കുകയാണ്, ഒരു യുവതിയെ വീട്ടിലേക്ക് വിളിച്ച് അടിച്ചു കൊന്ന് ആഭരണങ്ങൾ കവർന്ന് വീടിൻ്റെ മുറ്റത്ത് കുഴിച്ചിട്ട യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറിയുടെ മണ്ഡലം സെക്രട്ടറിയുടെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ? പക്ഷേ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഓട്ടോറിക്ഷയ്ക്ക് പൈസ കൊടുക്കാനില്ലാതെ 2 രൂപ പിരിവെടുത്ത ഓമനക്കുട്ടനെ നിങ്ങൾ മരിച്ചാലും മറക്കില്ല. ഇതിൽ ന്യായമുണ്ടോ? ഇതിൽ ന്യായമുണ്ടോ? എൻ്റർ പൊളിറ്റിക്കൽ സയൻസ് എന്ന വിഷയത്തിൽ ഡിഗ്രി ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരാൾ വ്യാജ ബിരുദം ഉയർത്തിപ്പിടിക്കുന്ന ഒരാൾ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഒരു രാജ്യത്ത് ഒരു പ്രശ്നവും നിങ്ങൾക്ക് അനുഭവപ്പെടില്ല. പക്ഷേ ഒരു താൽക്കാലിക ജോലിക്ക് ഒരു വ്യാജ തൊഴിൽ പരിചയ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെന്ന ആരോപണം നേരിട്ട ആളെ നിങ്ങൾ മരിച്ചാലും വെറുതെ വിടില്ല. നിങ്ങൾ ADM സംശയകരമായ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്താൽ ആഴ്ചകൾ നീണ്ടുനിന്ന ചർച്ച നടത്തും. എന്നാൽ കൃത്യമായ സൂയിസൈഡ് നോട്ട് എഴുതി തട്ടിപ്പും വഞ്ചനയും കൈക്കൂലിയും തെളിയിക്കപ്പെട്ട അച്ഛൻ്റെയും മകൻ്റെയും മരണം സാധാരണ മരണമായിട്ട് മാറും. ഇതൊക്കെ മുന്നിൽ നിൽക്കുകയല്ലേ? ഞാൻ പറയുന്നത് ഇത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഞാനിത് മാധ്യമങ്ങൾക്കെതിരായ ആക്രമണമായിട്ടല്ല. ഇങ്ങനെ തന്നെ ചെയ്യണം മാധ്യമങ്ങൾ. എന്തുകൊണ്ടാണ്? ഇല്ലെങ്കിൽ മാധ്യമങ്ങൾക്കെതിരെ ഞങ്ങൾ വിമർശനം ഉയർത്തുമ്പോൾ ജനം പറയും, അല്ല മാധ്യമങ്ങളുടെ വിമർശനമൊക്കെ ഗൗരവമുള്ളതാണ്, നിങ്ങൾ ഈ പറയും പോലെയല്ല. പക്ഷെ ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ വരുമ്പോൾ ജനങ്ങൾ അത് ശരിയായിട്ട് തിരിച്ചറിയുകയും ചെയ്യും. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇപ്പൊ നോക്കട്ടെ, 8 വർഷമായി കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുകയാണ്. 8 കൊല്ലമായില്ലേ? ഗവൺമെന്റിന്റെ എല്ലാ പദ്ധതികളെയും പ്രവർത്തനത്തെയും വിമർശിക്കുമ്പോൾ തന്നെ ചരിത്രത്തിലെ മഹത്തായ നേട്ടങ്ങളെ നമ്മൾ എങ്ങനെ കാണുന്നു? അത് ജനം അറിയേണ്ടതില്ലേ? ഇംഗ്ലണ്ടിലെ ഗാർഡിയൻ ദിനപത്രം കേരളത്തിൽ ഇന്റർനെറ്റ് ഡിവൈഡ് ഇല്ലാതാക്കുന്ന ഭരണ നടപടിയെക്കുറിച്ച് മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് പറയുന്നു, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയോട് നിങ്ങൾ ഈ കാര്യത്തിൽ കേരളത്തെ മാതൃകയാക്കൂ. പറയുന്നത് ഗാർഡിയൻ ദിനപത്രം പറയുന്നു. ബ്രിട്ടനിലെ പത്രം പറയുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയോട് നിങ്ങൾ കേരളത്തെ മാതൃകയാക്കൂ. രാഷ്ട്രീയത്തിനപ്പുറം, കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം നമുക്കതൊരു അഭിമാനകരമായ നേട്ടമല്ലേ? നമ്മുടെ മാധ്യമങ്ങൾ എന്ത് സമീപനമാണ് അതിനോട് സ്വീകരിച്ചത്? കഴിഞ്ഞ വർഷത്തെ വേൾഡ് ബാങ്കിന്റെ റിപ്പോർട്ടിലെ കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു വാചകം ലൈറ്റ് ഹൗസ് ഓഫ് ദ വേൾഡ് എന്നാണ്. ലോകത്തിന്റെ പ്രകാശ ഗോപുരം എന്ന് കേരളത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുകയാണ്. മലയാളികൾ എന്ന നിലയിൽ നമുക്കതിലൊരു അഭിമാനമില്ലേ? സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിൽ ഏറ്റവും പ്രചാരമുള്ള ടെലിവിഷൻ ചാനൽ ടെലിയൽ സൂർ കേരളത്തിലെ അതിഥി തൊഴിലാളികളുടെ ക്ഷേമത്തിന് ഉതകുന്ന ഒരു പദ്ധതിയെ മുൻനിർത്തി ആധുനിക കാലത്തെ ഏറ്റവും പ്രശംസനീയമായ സോഷ്യലിസ്റ്റ് നയം എന്ന പ്രശംസ ചൊരിയുകയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ ഈ ഗവൺമെന്റിനെ പ്രശംസിക്കണം എന്നല്ല, പക്ഷെ ലോകം മുഴുവൻ നമ്മളെ പ്രശംസിക്കുന്നുണ്ട്. ആ സമയത്ത് എന്തിനാണ് എസ്റ്റിമേറ്റ് എക്സ്പെൻഡിച്ചർ ആണെന്ന് കള്ളം പറയുന്നത് എന്ന ചോദ്യം മാത്രമാണ് ചോദിക്കുക. അതിൻ്റെ ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യമുണ്ടോ? ഒരു പ്രധാന ചാനൽ ഇത്
ശരിയായി പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവരത് തിരുത്തിക്കൊടുത്തു. അവരുടെ അവകാശവാദം ആദ്യം തെറ്റു തിരുത്തിയ ചാനൽ ഞങ്ങളുടേതാണ് എന്നുള്ളതായിരിക്കും. അതൊരു പ്രത്യേക ശൈലിയായിരിക്കും. പോട്ടെ, ഞാൻ പറഞ്ഞത് എക്സ്പെൻഡിച്ചറും എസ്റ്റിമേറ്റും രണ്ടാണ് എന്നറിയാത്ത ഒരാളാണ് ആ വാർത്ത ചെയ്തത് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്, അടിസ്ഥാന പ്രശ്നം എന്ന് നാം കാണണം. ഒപ്പം ഭരിക്കുന്നവരെ പിന്തുണയ്ക്കലല്ല മാധ്യമങ്ങളുടെ ജോലി എന്ന് അംഗീകരിക്കുമ്പോഴും നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റിനെ എങ്ങനെയൊക്കെയാണ് പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത് മാധ്യമം, ഏതെല്ലാം തരത്തിലാണ് പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിനെതിരെ ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ഭരണഘടനാപരമായ അവകാശങ്ങൾ കേരളത്തിന് വകവെച്ച് കൊടുക്കാതിരിക്കുമ്പോൾ കേരളത്തിന്റെ താല്പര്യങ്ങളോടൊപ്പം നിൽക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറാകുന്നുണ്ടോ? എത്രമാത്രം? ഇപ്പോ എത്ര നാൾ ചർച്ച ചെയ്തൊരു വിവാദമാണ് കടക്കു പുറത്ത്, അല്ലേ? അന്ന് മലയാള മനോരമ ദിനപത്രത്തിന്റെ ആദ്യ പേജിൽ 8 or 10 ഹെഡിങ് ഉണ്ടായിരുന്നു കടക്കു പുറത്ത്. എങ്ങനെയൊക്കെ ചർച്ച ചെയ്തു, എത്ര ദിവസം ചർച്ച ചെയ്തു, വികാരത്തോടെ ചർച്ച ചെയ്തു. സത്യത്തിൽ മാധ്യമങ്ങളെ ക്ഷണിക്കാത്ത ഒരു മീറ്റിങ്ങിലേക്ക് അവർ കടന്നു വന്നപ്പോഴാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്. എന്തുമാവട്ടെ, ഇപ്പോ കേന്ദ്രമന്ത്രി ഇംഗ്ലീഷിൽ അതേ കാര്യം പറഞ്ഞല്ലോ മാധ്യമപ്രവർത്തകരോട്. എത്ര ചാനലിൽ ചർച്ച ചെയ്തു, എത്ര പത്രങ്ങളിൽ മുഖപ്രസംഗം എഴുതി. ക്ഷണിച്ചു വരുത്തിയ ശേഷം, മെയിൽ അയച്ച് വാർത്താ സമ്മേളനത്തിന് വരാൻ ക്ഷണിച്ച ശേഷം ഗവർണർക്ക് വിമർശിക്കുന്ന മാധ്യമങ്ങളെ ആട്ടിപ്പുറത്താക്കിയല്ലോ. ക്ഷണിച്ചു വരുത്തി, ആദ്യം മെയിൽ അയച്ചു വരുത്തി, എന്നിട്ട് ആട്ടിപ്പുറത്താക്കിയല്ലോ. എത്ര മാധ്യമങ്ങൾ ഗവർണറുടെ ജനാധിപത്യ വിരുദ്ധ നടപടിയെ സംബന്ധിച്ച് വിമർശനം ഉന്നയിച്ചു. ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത് ഇതും എൻ്റെ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമാണ്. ഇങ്ങനെയൊക്കെയാണ് മാധ്യമങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് ശരിയായി തിരിച്ചറിഞ്ഞുകൊണ്ട് മാധ്യമ പ്രചരണങ്ങളിൽ ഒരു ജാഗ്രത വേണം എന്ന ഓർമ്മപ്പെടുത്തലാണ് ഞാനിത് പറയുമ്പോഴും ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. മാധ്യമങ്ങളുടെ സാങ്കത്യത്തെ, അവരുടെ ജനാധിപത്യത്തിലെ ഇടത്തെ ഒരിക്കലും കുറച്ചു കാണുന്ന ഒരാളേ അല്ല ഞാൻ. മാധ്യമ വിമർശനങ്ങൾ പലതിനും മറുപടി പറയുന്നുണ്ടാവാം, പക്ഷെ മാധ്യമ വിമർശനങ്ങൾ ശക്തമായി ഉയർന്നു വരേണ്ടതാണ്, നിരന്തരം വിമർശിക്കേണ്ടതാണ്. അത് ഏതെങ്കിലും ഒരു ഗവൺമെന്റിനെ മാത്രമല്ല, പ്രത്യേകിച്ച് ജനാധിപത്യം വലിയ വെല്ലുവിളി നേരിടുമ്പോൾ ഇന്ത്യൻ ഗവൺമെന്റിനെ കാണാതിരുന്നു കൂടാ. അതാണ് ഞാൻ നേരത്തെ 2 മാധ്യമങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത്. പാർലമെന്റ് ഉദ്ഘാടനത്തിന്റെ പിറ്റേ ദിവസം ഇറങ്ങിയ മനോരമയുടെയും മാതൃഭൂമിയുടെയും തലക്കെട്ട് ഞാൻ പറഞ്ഞത്. ദേശാഭിമാനിയുടെ തലക്കെട്ട് ഇതല്ല ഇന്ത്യ എന്നായിരുന്നു. ടെലഗ്രാഫിന്റെ തലക്കെട്ടെന്ന് വളരെ ചിന്തോദ്ദീപകമായിരുന്നു. 2023 BC ഇതായിരുന്നു ടെലഗ്രാഫ് പത്രത്തിന്റെ തലക്കെട്ട്. പക്ഷെ പിറ്റേ ആഴ്ചയോ ടെലഗ്രാഫിന്റെ എഡിറ്റർ പിന്നെ കസേരയിൽ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ കസേര മാറി, വേറെ കസേരയായി മാറി. ഇത് നമുക്കറിയാം. ഇത്തരത്തിലുള്ള പല സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും എല്ലാം മാധ്യമങ്ങൾ നേരിടുന്നുണ്ടാവും. നമ്മുടെ മുൻപിൽ ഇപ്പോൾ ഒരു സംവാദത്തിൽ ഒരു മാധ്യമ പ്രവർത്തകനായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ആ മാധ്യമ പ്രവർത്തകൻ ആ മാധ്യമ സ്ഥാപനത്തിന് ഒരു മാധ്യമ പ്രവർത്തകനാണ്. അപ്പോൾ ആ പരിമിതികളും സാധ്യതകളും എല്ലാം ആ അളവിൽ തന്നെയാണ് നമ്മളെല്ലാം മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യേണ്ടത്. മാധ്യമങ്ങളുടെ വിമർശനത്തെയോ മാധ്യമങ്ങളുടെ പ്രസക്തിയെയോ ഒട്ടും ചോദ്യം ചെയ്യാതെ തന്നെ കേരളത്തിലെ കാര്യങ്ങൾ എടുത്താൽ, നമ്മൾ സത്യാനന്തര കാലത്തിന്റെ വിശാലമായ പ്ലാറ്റ്ഫോമിൽ നിന്ന് കേരളത്തിലേക്ക് തന്നെ വന്ന് നോക്കിയാൽ മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായി ജനാധിപത്യത്തിലെ കുറ്റകൃത്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന ചില കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് എന്ന് നാം കാണാതിരിക്കാൻ കഴിയില്ല എന്നെനിക്ക് തോന്നുന്നു. അതിലൊന്നാണ് ഞാൻ പറഞ്ഞ എസ്റ്റിമേറ്റ് എക്സ്പെൻഡിച്ചറായി മാറുന്നത് പോലെയുള്ള ചില കാര്യങ്ങൾ. അത് എനിക്ക് തോന്നുന്നു മാധ്യമങ്ങളുടെ വിശ്വാസ്യത ഇടിക്കുന്ന ഒന്നാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി ഉണ്ണിബാലകൃഷ്ണൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിൻ്റെ പ്രസക്തിയെയും പൂർണ്ണമായ അർത്ഥത്തിൽ കാണുമ്പോഴും ഇത്തരം ചില വിമർശനങ്ങൾ കേരളീയ പരിസരത്ത് സജീവമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. സമയം കുറെ അധികരിച്ചു എന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ